വാക്യം വായിച്ചേ. ഇന്ന് ഇതിനകത്ത് ചിലരോട് ശക്തമായിട്ട് ഇടപെടുകയാ. ഓ, നീ മെതിക്കാനിരുന്നാൽ നിന്നെ ഉറക്കിയിടുന്ന ഇരുട്ടിനെ തള്ളി മാറ്റി നീ മെതിക്കാനിരുന്നാൽ ആ മെതിക്കളത്തിനകത്ത് എൻ്റെ പ്രാണപ്രിയൻ ഇറങ്ങും. ഉറപ്പാ നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ ശബ്ദം കേട്ടിട്ട് എന്നോടൊന്ന് പറഞ്ഞേക്കണം. അല്ല, എനിക്ക് സന്തോഷം കേൾക്കാൻ. ഓ അമ്മേ, ആനന്ദമേറെയുണ്ട്, എനിക്ക് ആനന്ദമേറെയുണ്ട്. യേശുവിൻ കൂടുള്ള നിത്യത ഓർക്കുമ്പോൾ ആനന്ദമേറെയുണ്ട്. 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 ഹല്ലേലൂയ. ഗിദെയോനെ നോക്കിയപ്പോ ഇവന് ഒരുപാട് സാഹചര്യങ്ങളെല്ലാം എതിരാണ്. എല്ലാവരും എതിര്, അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്നിട്ടും അവൻ പിന്മാറാതെ ദൈവത്തെ പറ്റി മെതിക്കുക. ഇത് കണ്ടപ്പോ സ്വർഗം തുറന്ന് ദൈവം ഇറങ്ങി. അന്ന് അവന്റെ ദിവസമായിരുന്നു, ഇന്ന് നിന്റെ ദിവസമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അവന്റെ അടുക്കൽ ഇറങ്ങിയിട്ട് അവനോട് സംസാരിക്കാൻ തുടങ്ങി. അവനോട് പറഞ്ഞു, അവൻ പറ്റത്തില്ല, എളിയവനാണെന്ന് പറഞ്ഞത് ദൈവം പറഞ്ഞിടാ, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അതേ ദൈവം അവന്റെ കൂടെ പോയി എന്താ സംഭവിച്ച? അടുത്ത വാക്യം വായിച്ചേ. ഇപ്പൊ വായിച്ച വരി വായിച്ചേ. നീ മിദ്യാന്യരെ നീ ഇപ്പൊ ഒളിച്ചല്ലേ ഇരിക്കുന്നത്. നിങ്ങളൊന്ന് ആ ഭാവനയിൽ കണ്ടേ. അവനിപ്പോ എവിടെ ഇരിക്കുക? ഒളിച്ചായിരിക്കുന്നത്. ഒരുപാട് പേര് ഒളിച്ചായിരിക്കുന്നത്. ശത്രുക്കളെ മുഴുവനും. ഇപ്പം ദൈവം എന്താ പറഞ്ഞേ? നീ ഒരൊറ്റ മനുഷ്യൻ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ ശക്തി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കേട്ടോ, നീ ഇത്രയും വരെ ഒളിച്ച് ഇത്രയും വർഷം കൊണ്ട് നീ ഒതുങ്ങി കിടക്കുന്നു. പക്ഷേ നീ ഒറ്റയ്ക്ക് നിന്ന് ഇവന്മാരെ പരാജയപ്പെടുത്താൻ പോവുകയാ. നിങ്ങൾക്ക് എത്രയൊക്കെ നീ ഒറ്റയ്ക്ക് നിന്ന്, നിന്റെ കൂടെ വേറെ ആരുമില്ല. നീ ഒറ്റയ്ക്ക് നിൽക്കി, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നീ നിന്ന് ശത്രുവിനെ പരാജയപ്പെടുത്താൻ പോവുകയാ. ഓ, കൃപ വ്യാപരിക്കുന്നു, ശക്തി വ്യാപരിക്കുന്നു, അഭിഷേകം വ്യാപരിക്കുന്നു, ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവകൃപ വ്യാപരിക്കുന്നു, ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു, ദൈവിക അഭിഷേകം വ്യാപരിക്കുന്നു. നീ ഒരൊറ്റ മനുഷ്യനെ പോലെ. സ്തോത്രം, ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. അതിനവൻ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് കണ്ടോ. അവന് സംശയം തോന്നിയപ്പോൾ ഒരു അടയാളം ചോദിച്ചു. എന്നാൽ അതേ അധ്യായം തന്നെ വരുമ്പോൾ 25 മുതൽ വായിച്ചേ. 6:25 മുതൽ വായിച്ചേ. അന്ന് രാത്രി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. അന്ന് മുതൽ സംസാരിക്കാൻ തുടങ്ങി. കണ്ടോ, ദൈവം ഇറങ്ങിക്കഴിഞ്ഞു. ഈ അപ്പൻ ഇവിടെ ഗിദെയോന്റെ അടുക്കൽ ഇറങ്ങി വിളിച്ചു വേർതിരിച്ചു. അന്ന് രാത്രി ദൈവം ഗിദെയോനോട് പറഞ്ഞു. ഗിദെയോനെ വായിച്ചേ. നോക്കിയേ, ഗിദെയോനെ അറിയാം ദൈവത്തിന്. ഗിദെയോന്റെ അപ്പനെ അറിയാം. അപ്പനുള്ള ഇളയ കാളയെ അറിയാം. നിങ്ങൾക്ക് പിടികിട്ടിയോ? ഗിദെയോനെ അറിയാം, ഗിദെയോന്റെ അപ്പനെ അറിയാം. അപ്പന്റെ വീട്ടിൽ എത്ര കാളയുണ്ടോ അതിന്റെ ഏറ്റവും ഇളയ കാളയെ ദൈവത്തിനറിയാം. നിങ്ങൾക്ക് മനസ്സിലായോ? അർത്ഥം എന്താ? നിങ്ങളുടെ വീട്ടിനകത്തുള്ള A to Z വിഷയങ്ങളെ കാണുന്ന ഒരു പ്രാണപ്രിയനാണ്. ഓ ജീസസ്, ഹല്ലേലൂയ. പ്രാണപ്രിയ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ 1000 നന്ദി.
നന്ദി യേശുവേ, നന്ദി യേശുവേ, അങ്ങ് ചെയ്ത നന്മകൾ കോരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ വേലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിൻ ശക്തിയാലല്ല, കൈയുടെ വേലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവകൃപയാ, നിർത്തിടും ദയയാ, ദയയാ, നിത്യദയയാ, നന്ദി യേശുവേ, കോരായിരം നന്ദി, നന്ദി യേശുവേ. ഹല്ലേലൂയ. നോക്കി അടുത്ത വാക്യം വായിച്ചേ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ദൈവം ഇറങ്ങി. അപ്പൻ്റെ പേരറിയാം ദൈവം, മകൻ്റെ പേരറിയാവും ദൈവം, അപ്പൻ്റെ കാളയിൽ ഏറ്റവും ഇളയ കാളയെ അറിയാവുന്നുള്ള ദൈവം. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? നമ്മളിവിടെ ഇരിക്കുമ്പോഴേ നമ്മളെ വീട്ടിനകത്തുള്ള ഇളയ കാളയെയും ഇളയ മൃഗങ്ങളെയും അതിനകത്ത് കളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന പിശാചിൻ്റെ ഇളയതിനെയും വലുതിനെയും എൻ്റെ പ്രാണപ്രിയം കണ്ടുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഇസഡ് മേഖലയെയും കത്തിക്കാൻ ദൈവം ഇന്ന് വന്നിട്ടുണ്ടെന്ന്. ഓ ഓ ഓ, ആമേൻ ആമേൻ ആമേൻ. ബലപ്പെട്ടോ, ബലപ്പെട്ടോ, ശക്തിയെ പ്രാപിച്ചോ, ബലം പ്രാപിച്ചോ, യേശുവിൽ നിന്ന് പ്രാപിച്ചോ. നീ ഭാരപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. നീ ഗിദെയോനെ പോലെ ഇരിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ഓ മെതിക്കാൻ മനസ്സുണ്ടെങ്കിൽ, ഓ ജീസസ്, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. നോക്കിയേ, അപ്പനെ അറിയാം, അപ്പൻ്റെ മോനായ ഗിദെയോനെ അറിയാം, ഗിദെയോന്റെ ഏറ്റവും ഇളയ കാളയെ അറിയാം. കാളയ്ക്ക് എത്ര വയസ്സായെന്നും, നിനക്ക് എത്ര വെളിപ്പെട്ട്, കാളയ്ക്ക് എത്ര വയസ്സായെന്നും, നിന്നെ എത്ര വർഷം കൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് ഭാരപ്പെടുത്തുന്നെന്നും ദൈവത്തിനറിയാം. ഇന്നെൻ്റെ അവൻ്റെ അവസാന പകലാ, ഇന്ന് അവൻ്റെ ലാസ്റ്റ് പകലാ. എൻ്റെ ദൈവം പറയുന്നു, ഇന്ന് അവൻ്റെ ലാസ്റ്റ്. ഓ നിന്നെ ഒതുക്കി നിന്നെ ഒതുക്കുന്ന, നിന്നെ തകർക്കുന്ന, നിന്നെ ഉടയ്ക്കുന്ന, നിന്നെ നശിപ്പിക്കുന്ന, നിന്റെ കുടുംബത്തിൽ സ്വസ്ഥതയെ കെടുത്തി, ഓ സമാധാനത്തെ കെടുത്തി, ഓ നിന്നെ ഒതുക്കുന്ന ചില മണ്ഡലങ്ങളുടെ ലാസ്റ്റ് പകലാ. ഹല്ലേലൂയ. അവൻ എത്ര വയസ്സെന്നും അറിയാം. ചിന്തിച്ചു നോക്കി, എൻ്റെ ദൈവം ആരെന്ന്. ഈട ഗിദെയോനെ നിന്നെ കണ്ടപ്പോൾ നിന്നെ മാത്രമല്ല കണ്ടേ, നിന്റെ അപ്പൻ്റെ 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 അപ്പനെ ഞാൻ കണ്ടിരിക്കുക. ഇനി നിനക്കിനി അങ്ങോട്ട് എത്ര സന്താനം വരുമെന്നോ അതിലൂടെ എത്ര ഉണ്ടാകും ഞാൻ കണ്ടിരിക്കുക. ഇനി എന്തിന് വേറെ പറയുന്നു, നിന്റെ വീട്ടിനകത്ത് തൊഴുത്തിൽ നിൽക്കുന്ന കാളയെ ഞാൻ എണ്ണിയിട്ടുണ്ട്. കാളയിൽ ഏറ്റവും ഇളയ കാളയെ എനിക്കറിയാം, അതിന് എത്ര വയസ്സായെന്നും. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവം ആരാ? അടുത്ത വരി വായിച്ചേ. 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ നോക്കിയേ. ഒന്നാമത്തേനറിയാം, രണ്ടാമത്തേനറിയാം, 10ാമത്തേനറിയാം, 20ാമത്തേനറിയാം, രണ്ടാമത്തതിനെ അറിയാം. പക്ഷെ ദൈവം പറഞ്ഞത് ഈ രണ്ടാമത്തതിനെ വേണം പഠിക്കാൻ. കണ്ടോ, രണ്ടാമത്തതിനെ കൊണ്ടുചെന്ന് നോക്കിയേ. ആദ്യം ആർക്ക് വേണ്ടി അയാൾ പ്രാർത്ഥിച്ചേ? മെതിച്ചത് അയാൾക്കുള്ളതല്ലേ മെതിച്ചേ? അയാൾക്കുള്ളത് മെതിക്കാൻ തുടങ്ങിയപ്പോൾ ശക്തി പ്രാപിക്കുക ഇരുന്നുണ്ടോ? ഇരുന്നോ? ഇല്ലേ? അത് എടുത്തി ആടി അങ്ങ് ഇറങ്ങിയതാണോ? അല്ല. പിന്നെ ആദ്യം തനിക്ക് വേണ്ടി, തനിക്ക് വേണ്ടി. മറ്റാരും തൊട്ടില്ല, തൊട്ടില്ല, തൊട്ടില്ല. പക്ഷെ ഇവൻ തനിക്ക് വേണ്ടി തൊടാനിരിക്കുമ്പോൾ ദൈവം അവനെ ഇറങ്ങി തൊട്ടു. ജീസസ്, 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 ജീസസ്. ഹല്ലേലൂയ. പലപ്പോഴും ശത്രു പറഞ്ഞേടാ, നീ രാത്രിയും പകലൊക്കെ വർഷങ്ങൾ കൊണ്ടിരിക്കുകയല്ലേ, എന്തായി? നീ ഇന്ന് തൊട്ടിരിക്കണം, നീ രാത്രി പോയി കിടന്ന് ഉറങ്ങിക്കോന്ന് ഒരുപക്ഷെ ഗിദെയോനോട് പലരും ഒരുപക്ഷെ പറഞ്ഞിരിക്കല്ലേ. ഇവൻ അവരുടെ വാക്ക് കേൾക്കുന്നവനല്ല. ഇവൻ ആരുടെ വാക്ക് മാത്രമേ കേൾക്കൂ? ദൈവത്തിന്റെ വാക്ക് മാത്രമേ കേൾക്കൂ. അവന്റെ അടുക്കൽ ആരിറങ്ങി? ദൈവം ഇറങ്ങി. എന്നിട്ട് അടുത്ത മുഴുവനും അപ്പൻ കൊടുത്തില്ലേ പൂജിച്ചു കൊണ്ടിരുന്ന ക്ഷേത്രത്തിന്റെ അകത്തിരുന്ന അശേര പ്രതിഷ്ഠയെ, ബാലിന്റെ ബലിപീഠം, അശേര പ്രതിഷ്ഠ,
റിപ്പോലോദോരോ സേക്കേമാന റൂഡിയാലാദാന സക്കമാന ആത്മാവിന്റെ തീ, 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 ആത്മാവിന്റെ തീ. ഇന്ന് ചില വ്യക്തികളുടെ മേൽ അസാധാരണമായ ശക്തി ദൈവം പകരുന്നു. അസാധാരണമായ ശക്തി പകരുന്നു. അസാധാരണമായ ശക്തി ഓ കൃപ 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 കൃപ. ആ വചനത്തിന്റെ അതേ ശക്തി, അതേ ശക്തി, അതേ ശക്തി നിന്റെ അകത്തളങ്ങളിൽ, നിന്റെ അകത്തളങ്ങളിൽ, നിന്റെ അകത്ത് അതേ അതേ ശക്തി. സാധാരണ ദൈവശക്തി ഇറങ്ങുന്നു, ദൈവശക്തി ഇറങ്ങുന്നു, ദൈവശക്തി ഇറങ്ങുന്നു. നീ പ്രാർത്ഥിക്കുന്ന ഒരാളായി മാറാൻ തുടങ്ങുന്നു. സ്വർഗം നിന്റെ അടുക്കൽ ചാഞ്ഞിറങ്ങാൻ തുടങ്ങുന്നു. പരാക്രമശാലി എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. ഓ, നിന്റെ കയ്യിൽ ചിലത് ഏൽപ്പിക്കാൻ തുടങ്ങുന്നു. ഓ അതെ അതെ, ചിലതിനെ ഇടിക്കാൻ അഭിഷേകം. ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ബലം, ബലം, ആ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി നിന്റെ മേൽ കൈമാറിക്കൊണ്ടിരിക്കുക. ആ കൃപ നിന്റെ മേൽ കൈമാറിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടൊന്നും ഇതിനകത്തില്ല. പക്ഷെ ഞാൻ പറയാം, രാജാവിനകത്ത് ചില മക്കളുടെ മേൽ അസാധാരണമായ ശക്തിയെ കൈമാറിക്കൊണ്ടിരിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ ശക്തി, ആ കൃപ ചിലർക്ക് ദർശനം കൊടുത്തോണ്ടിരിക്കുക. ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം. ഒന്നാമത് ഗിദെയോൻ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കാൻ തുടങ്ങിയേ? തനിക്ക് വേണ്ടി ഇരുന്നു അല്ലേ? അങ്ങനെ ഇരുന്നപ്പോൾ ആരിറങ്ങി? ദൈവം ഇറങ്ങി ഒരു ശക്തി പകർന്നു അല്ലേ? നീ അല്ല, നീ കുലം ചെറുതാ, എളിയവനാ, പക്ഷെ വലിയവനായി ഞാൻ നിന്റെ കൂടെ വരാൻ പോകയാ. ഹോ, ഗിദെയോനെ നിന്റെ കൂടെ ദൈവം വന്നാ പിന്നെ ആര് വേണോടാ? ഇതിനകത്തിരിക്കുന്ന മകനെ മകളെ, നിന്റെ കൂടെ ദൈവം വന്നാൽ വേറെ ആര് വേണം? വേണ്ട. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ്. ജീസസ് 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 ജീസസ്. ആലോചന കൊടുത്തു. എന്തോന്ന് ആലോചന കൊടുത്തേ? ഇസ്രായേൽ ജനത്തെ ഞെരുക്കുന്നില്ലേ? അവരെ ഒറ്റ മനുഷ്യനെ പോലെ നീ തോപ്പിച്ച് അവരെല്ലാം രക്ഷപ്പെടുത്താൻ പോവുകയാണ്. ഇനി രക്ഷപ്പെടുത്തുക മാത്രമല്ല, നിന്റെ അപ്പൻ്റെ വീട്ടിൽ ചെന്നിട്ട് അപ്പൻ്റെ കാളകളിൽ രണ്ടാമത്തെ കാള എത്ര വയസ്സുള്ള? 7 വയസ്സുള്ള. അപ്പോൾ എത്രാമത്തെ വയസ്സുള്ള? 7 വയസ്സുള്ള. രണ്ടാമത്തെ ആളാണത് കാള. രണ്ടാമത്തെ കാള നീ എന്ത് ചെയ്യണം? പിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വായിച്ചേ. ഈ കാളെ കൊണ്ട് ചെന്നിട്ട് നീ എന്ത് ചെയ്യണം? അവിടെ ഇടിക്കണം. എവിടെ ഇടിക്കണം? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൻ അവിടുത്തെ ബലിപീഠം വച്ചിരിക്കുക. അപ്പൻ അതിലാണ് പൂജ ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ഇതിനകത്ത് ആരോടൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് അസാധാരണമായൊരു ശക്തി പകരുന്നൊരു ദിവസമാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ. സ്തോത്രം. അങ്ങനെയാണ് ഈ വചനത്തിൻ്റെ ആഴം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, അവിടെ കൊണ്ടു ചെന്നിട്ട് അപ്പൻ അന്ന് വരെ പൂജിച്ച അശേര പ്രതിഷ്ഠ എന്ത് ചെയ്യാൻ പറഞ്ഞു? നോക്കിയേ, 1 ബലിപീഠം നീ ഇടിക്കണം. 2 നിന്റെ അപ്പൻ തൊഴുകൊണ്ടിരുന്ന അശേര പ്രതിഷ്ഠ എന്ത് ചെയ്യണം? വെട്ടണം. അഭിഷേകത്തിന്റെ പുതപ്പ്, അഭിഷേകത്തിന്റെ പുതപ്പ്, അഭിഷേകത്തിന്റെ പുതപ്പ്, അഭിഷേകത്തിന്റെ പുതപ്പ്. ഒരാത്മ പകർച്ച. ഈ വചനത്തിലുള്ള ശക്തി ചില മക്കളുടെ മേൽ ശക്തമായി ഇറങ്ങിക്കൊണ്ടിരിക്കുക, ശക്തമായി വ്യക്തമായി സ്പഷ്ടമായി ഇറങ്ങിക്കൊണ്ടിരിക്കുക. നീ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നീ എളിയവനായിട്ടാണ് വന്നത്. പക്ഷെ നീ തിരിച്ചു പോകുമ്പോൾ സർവശക്തനാകുന്ന ദൈവം നിന്റെ കൂടെ. ചിലതിനെ പൊളിക്കാൻ, ചിലതിനെ ഓടിക്കാൻ, ചിലതിനെ പൊടിക്കാൻ, ചിലതിനെ വെട്ടിയെറിയാൻ. ദൈവത്തിന് സ്തോത്രം. നോക്കിയേ, അശേര ബാലിന്റെ ബലിപീഠം ഇടിക്കണം അല്ലേ? കർത്താവിനെ കാണുക, ഇടിക്കാൻ, പിന്നെ വെട്ടാൻ. സ്തോത്രം. ആടിനെ കാളെ പിടിക്കാൻ. ദൈവം കാണുക. കണ്ടോ? നീ ഇവിടെ ഇരിക്കുന്നത് വെറുതെ അല്ല. ഞാൻ പറഞ്ഞു തുടങ്ങിയത് എവിടെ നിന്നറിയാമോ? എവിടെ പറഞ്ഞു തുടങ്ങിയേ? ഹല്ലേലൂയ. എവിടെ പറഞ്ഞു തുടങ്ങിയേ? കുശവന്റെ വീട്ടിൽ നിന്ന് വന്നതാ. കുശവന്റെ കയ്യിലെ കളിമണ്ണാണ്. ആരെ? നമ്മളല്ലേ?
ആ കുശവൻ കയ്യിലെടുത്തൂലേ, വക്ക് പൊട്ടിയ പാവം നിറഞ്ഞ് എന്നെ കയ്യിലെടുത്തൂലേ, കയ്യിലെടുത്ത് പൊളിച്ച് കർത്താവിൻ്റെ കയ്യിലെ മണ്ണാക്കി. കളിമണ്ണ് എങ്ങനെ ഇരിക്കുന്നു അതുപോലെ നമ്മൾ ഇരിക്കുന്നുല്ലേ. അങ്ങനെ ഒരു ദിവസം വക്ക് പൊട്ടിയ, പാപത്തിൽ നിറഞ്ഞ, കോപിഷ്ഠനായ, പാപം നിറഞ്ഞ മോശ എന്ന വക്ക് പൊട്ടിയ പാത്രത്തെ തേടി എൻ്റെ ദൈവം ആ മുൾപ്പടപ്പിലിറങ്ങി. മോശ വരുന്നത് ദൈവം കണ്ടു, സംസാരിച്ചു. വക്ക് പൊട്ടിയവനാകുന്ന മോശയുടെ കാലിലെ ചെരുപ്പിനെ ദൈവം അഴിപ്പിച്ചിട്ട് ആ മോശയാകുന്ന പാത്രത്തെ ഉടയവനാകുന്ന ക്രിസ്തു കയ്യിലങ്ങെടുത്തു. അവനിൽ ദൈവം അങ്ങ് നിറഞ്ഞു, അവനിൽ ദൈവം അങ്ങ് നിറഞ്ഞു. അവൻ ആര് നിറഞ്ഞു? ദൈവം നിറഞ്ഞു. അമ്മേൻ ഹല്ലേലൂയ. ആ ക്രിസ്തു അവന് ഒന്നായി ചേർന്നു. അവന് ദൈവത്തിൽ നിന്ന് മാറാൻ പറ്റത്തില്ല, ദൈവത്തിന് അവനെ വിട്ട് മാറാൻ പറ്റത്തില്ല. അങ്ങനെ മോശയുടെ മരണം വരെയും, അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ മറയ്ക്കും ഗുരുവേ. അന്ത്യം വരെയും ചിറകിൻ മറവിൽ എന്നെ മറയ്ക്കും ഗുരുവേ. അങ്ങേക്കാ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. ഹല്ലേലൂയ. നോക്കിക്കേ, മോശ എന്ന വക്കു പൊട്ടിയ പാപം നിറഞ്ഞ പാത്രത്തെ എൻ്റെ ദൈവം എടുത്ത് ആ പാത്രത്തിനകത്ത് ദൈവം കയറി. അവനും ദൈവം ഒരുമിച്ച് നടന്നു. എത്ര വയസ്സ് വരെ? 120 വയസ്സ് വരെ. മരണത്തിന് സമയമായപ്പോൾ ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിനകത്ത് ദൈവം പറഞ്ഞു, മോശേ നീ യോശുവയോട് അധികാരമെല്ലാം കൈമാറിക്കോ, നീ മരിക്കാറായി. അതുവരെ കൂടെ നടന്നു, മരിക്കാറായി. നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നീ യെരിഹോവിൻ്റെ താഴ്വീതി മുതൽ സോവാർ വരെയുള്ള വായിച്ചേ, 34:1 മുതൽ വായിച്ചേ. പിസ്ക വായിച്ചേ. പടിഞ്ഞാറെ കടൽ വരെ ദേശമൊക്കെ തെക്കേ ദേശവും നഗരമായ എരിഹോവിന്റെ താഴ്വീതി മുതൽ സോവാർ വരെയുള്ള സമഭൂമിയും അവരെ കാണിച്ചു. എന്നിട്ട് അടുത്ത് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതി കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ, ഞാൻ അത് നിന്റെ കണ്ണിനെ കാണിച്ചു തന്നു, എന്നാൽ നീ അവിടെ കടന്നു പോവുകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. മോശയോട് എല്ലാം പറഞ്ഞു, നീ പോകത്തില്ല. അടുത്ത് അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. കണ്ടോ, യഹോവയുടെ വചനപ്രകാരം മരിച്ചു. മരണം എങ്ങനെയായിരുന്നു? കൂടെ നടന്നു, വചനപ്രകാരം മരിച്ചു. അടുത്ത വരി. അവനെ ആരവനെ? ദൈവം മോശയെ ദേശത്തെ പെയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. കണ്ടോ, നോക്കിയേ അടുത്ത താഴത്തെ വരി. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. മനസ്സിലായോ? അതിന്റെ താഴത്തെ വരി വായിച്ചേ. മോശ മരിക്കുമ്പോൾ അവൻ 120 വയസ്സായിരുന്നു. അടുത്ത് അവന്റെ കണ്ണ് മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ഇസ്രായേൽ മക്കൾ മോശയെ കുറിച്ച് മതി നോക്കിയേ. അപ്പൊ മോശ എന്ന പാത്രത്തെ കയ്യിലെടുത്ത് ദൈവത്തിൻ്റെതാക്കി മാറ്റി ദൈവം കൊണ്ട് നടന്നു. മോശ ദൈവത്തിന്റെ കൂടെ ആയിരുന്നു, ദൈവത്തിലായിരുന്നു. രണ്ടുപേരും പരസ്പരം എപ്പോഴും സംസാരിച്ച് പുറപ്പാട് 33-ാം അധ്യായത്തിലേക്ക് വന്നപ്പോ മോശ ദൈവത്തോട് പറയുന്ന ദൈവം അനുസരിക്കാൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ? മനസ്സിലായോ? അതേ മോശ ഇത് ദൈവത്തോട് കൂടെ നടന്ന് മരണം വരെ കൂടെ നടന്നു. ഇനി ഇതുപോലെ ആയിരിക്കണം ഞാനും നിങ്ങളും. ആരംഭത്തേക്കാൾ അവസാനം ശ്രേഷ്ഠമായിരിക്കണം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? എത്രയൊക്കെ വെളിപ്പെട്ടു കാര്യങ്ങള്? ഹല്ലേലൂയ. അതിനുശേഷം ദൈവം കൈവിട്ടില്ല. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യം വായിച്ചേ. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്. കണ്ടോ, അവന്റെ അടുത്ത് വന്നു, അവനോട് അരുളി ചെയ്തത്. അടുത്ത് എന്റെ ദാസനായ മോശ മരിച്ചു. എന്റെ ദാസനായ മോശ എന്ത് ചെയ്തു?
മരിച്ചു. അടുത്ത് ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് എന്ത് ചെയ്യണം? കടന്നു പോകാൻ പറഞ്ഞു. അടുത്ത് നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അടുത്ത് മരുഭൂമിയും ലെബാനോനും തുടങ്ങി മഹാനദി വരെയും ദേശമൊക്കെയും സമുദ്രം വരെയും നിങ്ങളുടെ അതിരാണ് ഞാൻ തന്നിരിക്കുകയാണ്. അടുത്ത വരി നോക്കിയ മോശമുണ്ടാ നിൽക്കുക. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിങ്ങൾക്ക് എത്ര പേർക്ക് പിടി കിട്ടുന്നുണ്ട് സ്നേഹിതരെ? ഈ മോശയോട് കൂടെ നടന്നവനായി വരും. പക്ഷെ മോശ എന്ന പാത്രം ഉടഞ്ഞപ്പോൾ യോശുവ എന്ന പാത്രത്തെ ദൈവം എടുത്തു. മോശ വിശ്വസ്തതയോടെ മരണം വരെ അപ്പൻ്റെ കൂടെ നടന്നു. മരണത്തിൽ ദൈവം തന്നെ അവനെ കുഴിച്ചിട്ടു. അതിനുശേഷം യോശുവയെ ദൈവം തിരഞ്ഞെടുത്തു. യോശുവയ്ക്ക് ചില അധികാരങ്ങളും ശക്തിയും ബലവും അഭിഷേകവും കൊടുത്തു. ദൈവശക്തിയെ പകർന്നു. യോശുവ ദൈവത്തോട് കൂടെ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യോശുവയുടെ പുസ്തകം തിരിഞ്ഞു വരികയാണ്. യോശുവയുടെ പുസ്തകത്തിനകത്ത് നേരത്തെ പോയതൊക്കെ വരാം. യോശുവയുടെ പുസ്തകത്തിനകത്ത് നമ്മൾ നേരത്തെ വായിച്ചു. ആദ്യം എടുത്ത് സൂര്യനോട് ചന്ദ്രനോട് എന്ത് ചെയ്തു? കൽപ്പിച്ചു. വായിച്ചേ ആ വാക്യം 10-ാം അധ്യായം. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ അവിടെ ഒരു പ്രശ്നം നടക്കുകയാണ്. അവിടെ ഒരു പ്രശ്നം നടക്കുമ്പോൾ സ്തോത്രം വായിച്ചേ 10-ാം വാക്യം മുതൽ വായിച്ചേ. യഹോവ അവരെ 10 വരെയല്ലേ നമ്മളന്ന് വായിച്ചു നിർത്തിയേ? ഏതുവരെ വായിച്ചു നിർത്തിയോ അവിടെ മുതൽ? യോശുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് 8 മുതൽ അവരെ ഭയപ്പെടരുത്, ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ നിന്നാണ് പോയത്. നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇവിടെ നിന്നാ പോയത്. കയ്യിൽ നിന്ന് ഏൽപ്പിച്ചതാ പോയത്. അപ്പൊ അവരെ ഭയപ്പെടരുത്, ഞാൻ ഇവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അടുത്ത വരി. നോക്കിയേ, അവരിൽ ഒരുത്തനും നിന്റെ മുമ്പിൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ആരോടാ പറഞ്ഞേ? യോശുവയോട്. നിന്റെ മുമ്പിൽ നിൽക്കത്തില്ല. ഇത് പറയുന്നവന്റെ വാക്കാണ് വില. നമ്മുടെ വാക്കല്ല, പറഞ്ഞു തരുന്നവന്റെ വാക്കാ അതാ വില. ഇവിടെ പറയുന്ന വാഗ്ദത്തം പറഞ്ഞ ദൈവത്തിന്റെ വാക്കാ വില. അടുത്തവര് വായിച്ചേ. യോശുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ട് രാത്രി മുഴുവൻ നടന്ന് പെട്ടെന്ന് അവരെ എതിർത്തു. അടുത്ത് കുഴക്കി ഗിബയോനിൽ വെച്ച് അവരെ കഠിനമായി തോൽപ്പിച്ചു. അടുത്ത് അപ്പൊ ഇവരെ യുദ്ധത്തിൽ ഇറങ്ങിയെങ്കിലും തോൽപ്പിച്ചതാരാണ്? യോശുവയാണോ? അല്ല, പിന്നെ ആരാ? ദൈവം. അടുത്ത വരി. അവരെ വെട്ടി. അടുത്ത് അങ്ങനെ അവർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടി ഇറക്കത്തിൽ വെച്ച് അസേക്കവരെ യഹോവ ആകാശത്തിൽ നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പെയ്യിച്ച് അവരെ കൊന്നു. നോക്കിയേ, ദൈവം കല്ലിനെ പറക്കിട്ട് കൊടുത്തു. എവിടെ നിന്ന് തോൽപ്പിച്ച് എങ്ങനെ മനസ്സിലായോ? ദൈവം കല്ല് പറക്കിട്ട് കൊടുത്തു. ഒന്നുകൂടെ വായിച്ചേ. ഞാൻ കള്ളം പറയുന്നല്ല, ഇതിനകത്തുണ്ട്. അങ്ങനെ അവർ ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് ഓടി ഇറക്കത്തിൽ വെച്ച് അസേക്കവരെ യഹോവ ആകാശത്തിൽ നിന്ന് വലിയ കല്ല് അവരുടെ മേൽ പെയ്യിച്ച് അവരെ ഒറ്റ മഴ വെള്ളമല്ല വന്നതെല്ലാം കല്ലായിരുന്നു. അടുത്ത വരി. ഇസ്രായേൽ മക്കൾ വാൾ കൊണ്ട് കൊന്നവരെക്കാൾ കൽമഴയാൽ മരിച്ചുപോയവർ അധികമായിരുന്നു. കണ്ടോ? അടുത്ത വരി. എന്നാൽ യഹോവ അമോര്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. അന്ന് മോശ സംസാരിച്ചതുപോലെ യോശുവ അങ്ങ് മാറിയ ആള് ചേഞ്ചായി. അടുത്തവര് വായിച്ചേ. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും ചേഞ്ച് ആയിക്കൊള്ളണം. ഓരോ ദിവസവും ചേഞ്ച് ആകണം. എന്നും പണ്ടത്തെ പോലെ അല്ല. വിഷപാത്രം എടുത്തുകൊണ്ടിരിക്കുന്ന ആളല്ല. എങ്ങനെ? നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു? അപ്പച്ചാ യേശുപ്പ രക്ഷിക്കണേ അപ്പ. ഇന്നങ്ങനെയല്ല. പിന്നെ എങ്ങനെ? ഇന്നാരാ നമ്മള്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? ഇന്ന് അപ്പച്ച, അന്ന് നമ്മൾ പ്രാർത്ഥന കർത്താവേ ശത്രുവായോ നമ്മളെ തകർത്തോണ്ടിരിക്കുന്ന അപ്പ രക്ഷിക്കണേ ഇതിനൊക്കെ. ഇന്നങ്ങനെയല്ല ഞാൻ പറയുന്നത്. ദൂട്ട പിശാച വഴി മാറാ ജീസസ്. കണ്ടോ? ഹല്ലേലൂയ. അന്നത്തെ ഓട്ടുപാത്രമല്ല നിന്റെ കയ്യിൽ ഇന്നിരിക്കുന്നത്. അമ്മേ, നിനക്ക് എത്രയൊക്കെ വെളിപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. അന്ന് കർത്താവേ ഇതൊന്ന് മാറ്റണേ, ഉറക്കമില്ല അപ്പച്ച, ഉറക്കം തരണേന്നായിരുന്നു പ്രാർത്ഥിച്ചല്ലേ. ഇപ്പൊ അങ്ങനല്ല. ഉറക്കത്തെ തടസ്സം ചെയ്യുന്നത് ഇറങ്ങട വെളിയില് യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇതെവിടെ നിന്ന് കിട്ടി? അതാ പറയുന്നത്. അതാ ജീസസ് 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 ജീസസ്. ആദ്യത്തെ യോശുവ അല്ല ഇപ്പം. ആദ്യത്തെ മോശ ആയിരുന്നില്ല പിന്നത്തേതില്ലേ. ആദ്യത്തെ യോശുവ അല്ല ഇപ്പൊ ആളുടെ സംസാരം വ്യത്യാസം വന്നു. യഹോവയോട് സംസാരിക്കാൻ തുടങ്ങി. മോശ അങ്ങനെ തന്നെ പറയുന്ന ദൈവം അനുസരിക്കാൻ തുടങ്ങി. ഇപ്പൊ ഇതാ യോശുവ പറഞ്ഞത് ആരനുസരിച്ചു?
ദൈവം അനുസരിച്ചു. ദൈവത്തെ ദിവസം യോശുവ നോക്കി. യഹോവയുടെ അപ്പോൾ ദൈവം എന്ത് ചെയ്താണ്? ഇങ്ങനെ പറഞ്ഞ വാക്കിന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ, പറഞ്ഞ വാക്കിന് ദൈവം യെസ് വെച്ച് കാണും. ഓ ഓ ഓ ജീസസ്, നിങ്ങൾക്ക് എത്ര പേർക്ക് വെളിപ്പെടുന്ന എനിക്കറിയത്തില്ല. വെളിപ്പെട്ടാൽ മാത്രമേ ഇതിൻ്റെ ആഴം മനസ്സിലാവുള്ളൂ. വെളിപ്പെട്ടില്ലെങ്കിൽ ഇതിൻ്റെ ആഴം ഒന്നും നമുക്ക് പിടികിട്ടത്തില്ല. ദൈവത്തിന് സ്തോത്രം. സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിൽ. അപ്പൊ ചന്ദ്രനെ നീ എന്ന് വിളിച്ചു, ഒരാളിനെ വിളിക്കുമ്പോൾ നീ, സൂര്യ നീ. അധികാരം കണ്ടോ? പണ്ടത്തെ യോശുവ അല്ലെന്ന് ഇപ്പം. പണ്ടത്തെ യോശുവ അപ്പ വല്ലതും തരണേ, ആണ്ടവരെ വല്ലതും തരണേന്ന് പറഞ്ഞ്. ഇപ്പം അങ്ങനെ അല്ലെന്ന്. ഓ ജീസസ് 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 ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അധികാരമുള്ളൊരു തലമുറ പുറത്തു വന്നു. ഓ അഭിഷേകമുള്ളൊരു തലമുറ, കൃപയുള്ളൊരു തലമുറ, ദൈവത്തോട് കൂടെ നടന്ന് അധികാരം പ്രാപിച്ച, ദൈവശക്തി പ്രാപിച്ച, ആത്മാവിൽ നിറഞ്ഞ, പാപത്തെ ജയിച്ച, വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു തലമുറ ഓ പുറത്തു വന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആണ്ടവരെ വല്ലതും തരണേന്നല്ല, ദൈവത്തിന് സ്തോത്രം. ആമേൻ. നിങ്ങൾ കുരുടന്മാരെ നോക്കിയേ. കുരുടനെ വഴിയെഴുതി ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നില്ലേ? ആണോ അല്ലേ? ഇരുന്നു വിളിച്ച് കലഞ്ഞില്ലേ? കരഞ്ഞു. ദൈവം എന്ത് ചെയ്തു? കുരുടനെ തൊട്ട് കഴിഞ്ഞപ്പോഴും ആ പാത്രം കൊണ്ട് വല്ലരും തരണേ, വല്ലതും തരണേന്നിരുന്നോ? അതോ കുരുടന്മാരോട് പറഞ്ഞു, എടാ ഞാനും കുരുടനായിരുന്നു, വാ നിന്നെ യേശു സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു? അതോ ഈ ഓട്ടം? ഓ കൃപ 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 കൃപ. അവൻ ആ പാത്രം വലിച്ചെറിഞ്ഞു, അവൻ ആ നിലവിളി വലിച്ചെറിഞ്ഞു. ഇപ്പൊ നിലവിളിയല്ല, ഇപ്പൊ ശക്തിയുടെ വാക്കുകൾ. ഓ ജീസസ് ജീസസ് ജീസസ്. നീ പ്രാപിച്ച യേശുവിനെ മറ്റൊരാളിന് കൊടുക്കാൻ. കത്തടെ 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 കത്തടെ. ദൈവശക്തിയാൽ നിറയട്ടെ, ദൈവാത്മാവിനാൽ നിറയട്ടെ, ദൈവിക അഭിഷേകത്താൽ നിറയട്ടെ, കോട്ടകളെല്ലാം ഉടയട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഭിക്ഷക്കാരൻ പിന്നെ ആ പാത്രം എടുത്തില്ല. നമ്മൾ ഭിക്ഷ സ്റ്റേജ് കഴിഞ്ഞു, ഇനി ആ പാത്രം എടുക്കാൻ പോകരുത്. പാത്രം എടുക്കണമെങ്കിൽ വീണ്ടും പാപം ചെയ്യുമ്പോഴാണ് പാത്രം എടുക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളിൽ അനേകര് ആ കുരുടനെ പോലെ വലിച്ചെറിഞ്ഞ് കണ്ണൊക്കെ കാഴ്ച കിട്ടിയിട്ടും കുരുടനെ പോലെ വലിച്ചെറിഞ്ഞ് പാത്രം തിരിച്ച് കയ്യിൽ പിടിച്ചിരിക്കുകയല്ലേ വീണ്ടും. പക്ഷെ കുരുട ഇപ്പം അങ്ങനെയല്ല പറയുന്നത്, വല്ലതും തരണേന്നല്ല. ഏയ് കുരുടന്മാരെ, നിങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു യേശു കൊണ്ട് എന്നെ സൗഖ്യമാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നേ. ഓ ഈ ഒരു അധികാരം അവൻ പ്രാപിച്ചു. പക്ഷെ ഇന്ന് നമ്മൾ പ്രാപിച്ചത് എവിടെ? തീ 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 കത്തട്ടെ കത്തട്ടെ. ആത്മാവിൻ്റെ നിറവ് ഇറങ്ങട്ടെ, ആത്മാവിൻ്റെ ശക്തി ഇറങ്ങട്ടെ, ആത്മാവിൻ്റെ കൃപ ഇറങ്ങട്ടെ, ആത്മാവിൻ്റെ അഭിഷേകം ഇറങ്ങട്ടെ, ആത്മാവിൻ്റെ ശക്തി ഇറങ്ങട്ടെ. ഓ ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന് തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ. ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മോശയുടെ കാലത്ത് മോശ പറഞ്ഞ ദൈവം കേട്ടു, അനുസരിച്ചു. എന്നാൽ യോശുവയുടെ കാലം വന്നപ്പോൾ അവൻ പറഞ്ഞത് എൻ്റെ അപ്പൻ യെസ് വച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ അന്ത്യ നാഴികയിലും അപ്പൻ്റെ അവരെ പോലല്ല, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. ഓ ജീസസ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പഴയ നിയമ വിശുദ്ധന്മാരെ നോക്കിയേ. അവർ ദൈവത്തെ ദൈവത്തെ അറിയാം, പക്ഷേ യേശുക്രിസ്തുവിനെ അവർക്ക് അറിയത്തില്ല. അനേകരിലൂടെ വെളിപ്പാടുകളും പ്രവചന ശബ്ദങ്ങളെല്ലാം കേട്ടു. വരുവാനുള്ള മഷിക അവർ കണ്ടില്ല, അവരൊക്കെ പോയി. സ്തോത്രം, ദൈവത്തിന് മഹത്വം. പിന്നത്തേതിൽ അടുത്ത തലമുറ വന്നു. അടുത്തത് യേശുക്രിസ്തുവിൻ്റെ ജനനം പ്രവചിച്ചു. പ്രവചനം പോലെ യേശുക്രിസ്തു ജനിക്കുന്നു. അടുത്ത ശിഷ്യഗണം യേശുവിനോട് കൂടെ സഞ്ചരിക്കുന്നു. അവർ യേശുവിനോട് കൂടെ സഞ്ചരിച്ചു. മനസ്സിലായോ? എന്നാൽ അതിനുശേഷം അങ്ങോട്ട് നോക്കിയേ, യേശു മരിച്ചു, അത് കഴിയുന്നു. അടുത്തുള്ളതാണ് നമ്മൾ. അവരെല്ലാം കണ്ടു വിശ്വസിച്ചു. പുതിയ നിയമസഭ കണ്ടു വിശ്വസിച്ചു. നമ്മളെ കാണാതെ യേശുവിനെ വിശ്വസിക്കുന്നവരാ. മാത്രമല്ല, നമ്മൾ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പ്രിയ മക്കളാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എത്രയൊക്കെ മനസ്സിലായി? യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വരി എന്താ പറഞ്ഞേ? എന്നാൽ സ്വർഗത്തിൽ അവൻ ആരാ? ഓ ജീസസ്. കാരണം എന്താ? രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട പൈതലാണ്, അനുഗ്രഹിക്കപ്പെട്ട പൈതൽ. ആ ഭാഗ്യം ആർക്ക് കിട്ടി? എനിക്കും നിങ്ങൾക്കും. ഓ നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ.
ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇന്ന് നമ്മൾ അന്ന് എടുത്ത ഓട്ട് പാത്രം ഇന്ന് വലിച്ചെറിഞ്ഞില്ലെങ്കിൽ ഇന്ന് തിരിച്ച് വലിച്ചെറിഞ്ഞിട്ട് വേണം പോവാൻ. യോശുവ ദൈവത്തോട് അടുത്ത് വന്നതുപോലല്ല ഇപ്പൊ 10-ാം അധ്യായത്തിൽ വരുമ്പോ ആള് മാറി. ആളിപ്പോ യാചനയല്ല, കൽപ്പനയാണ്. കണ്ടോ? കാരണം എന്താ? ഓരോ ദിവസവും അപ്പന്റെ കൂടെ നടന്ന് ശക്തിക്ക് മീതെ ശക്തി ധരിച്ച്, ആത്മാവിന്റെ ബലം ധരിച്ച്, അഭിഷേകം ധരിച്ച്. ഇന്ന് ഇതിനകത്ത് ഓരോ മക്കളെ ദൈവം കാണുകയാണ്. നീ ഒതുങ്ങി ഒളിച്ചിരിക്കേണ്ട ആളല്ല. ശക്തിക്ക് മീതെ ശക്തി ധരിച്ച് മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു. നോക്കിയേ, എന്തിനാണ് സൂര്യൻ അങ്ങനെ ആക്കിയത്? ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി സൂര്യനും ചന്ദ്രനും ഇരുട്ടായ പറ്റുമോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇരുട്ടായ അടി നടക്കത്തില്ല, ഇരുട്ടാകാൻ പാടില്ല. അതിനു വേണ്ടി യുദ്ധം നടക്കണം, മറ്റവരെ തോൽപ്പിക്കണം. അതിനാണ് ഒറ്റ വാക്ക്. നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞു. ഒന്നുകൂടെ വായിച്ചേ, അപ്പൊ മനസ്സിലാവും. ജനം തങ്ങളുടെ ശത്രുക്കളോട് ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ എന്ത് ചെയ്തു? നിന്നു. അടുത്ത് ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതങ്ങൾ, നമ്മള് കുശവന്റെ കയ്യിലെ കളിമണ്ണായി കർത്താവിൻ്റെ ഒക്കെ കയ്യിലിരുന്ന് പണിയപ്പെട്ട് അതിനകത്ത് കർത്താവ് നിറഞ്ഞ്, പിന്നെ ഓട്ടുപാത്രമല്ല, പിന്നെ ഓരോ ദിവസവും ശക്തിക്ക് മീതെ ശക്തി ധരിച്ച് ഓരോ ദിവസവും ആത്മാവിൽ നിറഞ്ഞോളണം, ബലപ്പെട്ടോളണം. പിന്നെ ഒരു അപേക്ഷയല്ല, പിന്നെ ഒരു കൽപ്പനയാണ്. സൂര്യ അവിടെ നിൽക്കടാ, ചന്ദ്ര അവിടെ നിൽക്കടാ. ഇത് പറഞ്ഞപ്പോൾ, ഈ വാക്ക് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ നോക്കി. എന്തുകൊണ്ടാണ് ദൈവത്തെ നോക്കിയത്? ഈ സൂര്യനും ചന്ദ്രനും ഇയാളെ അല്ല നോക്കി, അടുത്ത ആരെ നോക്കി? കാരണം തന്നെ സൃഷ്ടിച്ചവനെ നോക്കി. ദൈവം എന്ത് ചെയ്തു? യെസ് സൂര്യ, യെസ് ചന്ദ്ര, നീ അവനെ അനുസരിച്ചോ. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? നീ അവനെ അനുസരിച്ചോ. ദൈവം തലയാട്ടി. ഇന്ന് നീ ദൈവകൃപയിൽ ജ്വലിക്കുമ്പോൾ എത്രവർക്ക് വചന വെളിപ്പാട് വന്നെന്ന് എനിക്കറിയത്തില്ല. വചനം വെളിപ്പെട്ട മാത്രമേ ഇതിനകത്ത് സത്യം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് വെളിപ്പെട്ട് എടാ, ഹല്ലേലൂയ, നീ അതങ്ങ് അനുസരിച്ചോ. അതേ ഉള്ളു പരിപാടി. സൂര്യൻ അനുസരിച്ചു, ചന്ദ്രൻ അതുപോലെ അനുസരിച്ചു. കണ്ടോ? സൂര്യനും ചന്ദ്രനും അതുപോലെ അനുസരിച്ചു. ഇന്ന് ഇതിനകത്ത് മകനെ മകളെ, ഇതിനകത്ത് ആരോടൊക്കെ ഈ വചന സ്പാഠമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കഴിഞ്ഞ നാളിലെ ഇറക്കുന്ന ഓട്ടുപാത്രമല്ല കൊണ്ട് നടക്കേണ്ടത്, അതിനെ വലിച്ചെറിഞ്ഞ് ശക്തിക്ക് മീതെ ശക്തി ധരിച്ചുകൊണ്ട്, കൃപയ്ക്ക് മീതെ കൃപ ധരിച്ചുകൊണ്ട്, ചിലതിനെ അധികാരത്തോടെ ശക്തിയോടെ, ആത്മാവിന്റെ ബലത്തോടെ, ആത്മാവിന്റെ അധികാരത്തോടെ, ആത്മാവിന്റെ ശക്തിയോടെ, ആത്മാവിന്റെ അഭിഷേകത്തോടെ, ആത്മാവിന്റെ കൃപയോടെ നീ പുറത്തു വരുവാൻ ദൈവം നിന്നെ കുറിച്ച് ഇതാ വിളിച്ചു പറയുന്നു. ശക്തിയോടെ നീ വെളിവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെട്ടെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് അനേകർക്ക് ഉറക്കം വരുന്നുണ്ട്, അനേകർക്ക് ഉറക്കം വരുന്നില്ല. അവർ തീയായിരിക്കുകയാണ്. കാരണം തീയായിട്ടിരിക്കുന്ന മക്കളെ കർത്താവ് നിറച്ചുകൊണ്ടിരിക്കും. മെതിച്ചോണ്ടിരിക്കുന്നവരെന്ത് ഇരിക്കുന്നവന്റെ അടുക്കൽ എന്ത് ചെയ്തു? ദൈവം ഇറങ്ങി. ഇതിനകത്ത് മെതിച്ചോണ്ടിരിക്കുന്നവരെ തൊടാൻ ദൈവം ഇറങ്ങുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം. ഹല്ലേലൂയ. അടുത്ത വാക്യം വായിക്കുമ്പോൾ ഇരിക്കുന്നു, വായിച്ചേ. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്ത നോക്കിയേ, ഇങ്ങനെ സൂര്യൻ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ നിന്നു. അടുത്ത വരി, യഹോവ നേരത്തെ ആരെ വാക്ക് കേട്ടനുസരിച്ചു? മോശയുടെ. ഇപ്പൊ അവന്റെ ശിഷ്യനായ യോശുവയുടെ അഭിഷേകം ഇറങ്ങുന്നു, അഭിഷേകം ഇറങ്ങുന്നു. ഇന്ന് പകൽക്കാലം നീ ഇവിടെ വന്നത് വെറുതെ അല്ലെന്ന്. നിന്റെ ആമേൻ. ദൈവശക്തി വ്യാപരിക്കുന്നു, ദൈവകൃപ വ്യാപരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഒരാളിനെ എഴുന്നേൽപ്പിച്ച മതി ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത്. ആമേൻ, 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 ആമേൻ. ഇന്ന് ഇതിനകത്ത് പൈതലെ നീ ശക്തി പ്രാപിച്ചാൽ നീ ഒറ്റ ആളിലൂടെ ഒരു സൈന്യത്തെ, ആമേൻ, 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 ആ കൃപ പ്രാപിച്ചോ, ബലം പ്രാപിച്ചോ, ആ ശക്തി പ്രാപിച്ചോ, ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചോ, ആത്മാവിന്റെ ബലം പ്രാപിച്ചോ. ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം, ദൈവത്തിന് സ്വോത്രം. ഹല്ലേലൂയ. അപ്പൊ ഒരു മനുഷ്യന്റെ വാക്ക്, യഹോവ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം. അപ്പം മോശയെക്കാളും ബന്ധം ആർക്കായിപ്പം? പറ.
യോശുവയ്ക്ക്. നിനക്ക് പിടി കിട്ടിയോ? ഈ മോശയുടെ കാലം അപ്പുറത്തെ ബന്ധം യോശുവയും ദൈവവും തമ്മിലായിരുന്നു. അർത്ഥം അവിടെ മോശയുടെ വാക്ക് ഇത് സകല ജനവും കാണുകയാണ്. ഇത് മനസ്സിലായോ? ഇവിടെ എന്താണ് അവിടെ എന്താണെന്ന്? അവിടെ വേറെ ആരും കണ്ടില്ല. അവിടെ ദൈവവും മോശയും തമ്മിലാ. ഇവിടെ സകല ജനവും കാണുക, സൂര്യനും നക്ഷത്രവും വരെ കാണുക. എന്നിട്ട് നോക്കിയേ, പണ്ട് ഉണ്ടായിട്ടില്ല. ആരുടെ ശിഷ്യനാ? ആരുടെ കൂടെ ഇവൻ നടന്നേ? ആരുടെ കൂടെ നടന്നേ? ഒരു പേടിത്തൊണ്ടന്റെ കൂടെയാണോ? ഒരു പേടിത്തൊണ്ടന്റെ കൂടെയാണോ നടന്നേ? ഒരു ഭയപ്പാടുള്ളവന്റെ കൂടെയാണ് നടന്നേ? വഴി മാറാന്ന് പറയുന്നതിന്റെ കൂടെ, രണ്ടാകണമെന്ന് പറയുന്നതിന്റെ കൂടെ, പാറയെ പിളർത്തിയവന്റെ കൂടെ. ജീസസ്, ഹല്ലേലൂയ. കാടപ്പക്ഷിയെ കൊണ്ടു നിർത്തുവാൻ ദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ മോശ നിൽക്കുകയാണ്. കാടപ്പക്ഷി വന്നു നിന്ന് ഇവന്റെ കൂടെ ആര് നിന്നേ? യോശുവ നിന്നത്. ഇതൊക്കെ മനസ്സിലായോ? ആമേൻ. ഒരിടത്തും തകർന്നില്ല. ദൈവം എഴുതിയിരിക്കുന്നത് വായിച്ചാ ഒരു വരി കൂടെ വായിച്ചേ. ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടനുസരിച്ച് ആ ദിവസം പോലെ ഒരു ദിവസം അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, പഴയ നിയമത്തിൽ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ പുതിയ നിയമസഭയിൽ സംഭവിക്കുകയില്ലേ? പഴയ നിയമകാലത്ത് ഇത് സംഭവിച്ചെങ്കിൽ പുതിയ നിയമകാലത്ത് സംഭവിക്കുകയില്ലേ? പറ, ആര് വിശ്വസിക്കുന്നു? ആര് സംഭവിക്കൂലേ? സംഭവിക്കും. പറ, അത് ഇതിനകത്ത് ആരിലൂടെ സംഭവിക്കുമെന്ന് പറ. അവരവർ പറ, ആരിലൂടെ സംഭവിക്കും? ഏറ്റെടുത്തോ. അത് എന്നിലൂടെ ദൈവം കണ്ടിരിക്കുകയാണെന്ന് പറ. ഈ തലമുറയിൽ ദൈവം ചിലത് എന്നിലൂടെ കണ്ടിട്ടുണ്ട്. അതിനൊരു ശക്തിക്ക് ഒതുക്കാൻ പറ്റത്തില്ല. തക്ക സമയമാകുമ്പോൾ. നിങ്ങൾ അലിസിലുണ്ടോ? നിങ്ങൾ ആരൊക്കെ അലിസിലുണ്ട്? ഹല്ലേലൂയ. എന്താ കാര്യം? യോശുവയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ആമേൻ. മൂന്നാമത് കുശവൻ എടുത്ത ഒരു പാത്രമാണ് ഗിദെയോൻ. ആമേൻ. ഒരുപാട് പാത്രങ്ങൾ എടുത്തു. ഞാൻ പറഞ്ഞതിലേക്ക് തിരിച്ചു വരികയാണ്. ഒന്ന് മോശ എടുത്തെങ്കിൽ അവൻ്റെ അവസാനം വരെ. രണ്ട്, യോശുവ എടുത്തെങ്കിൽ അവൻ്റെ അവസാനം വരെ. നിങ്ങൾക്ക് വെളിപ്പെട്ടോ എന്ന് എനിക്കറിയത്തില്ല. എത്രത്തോളം ആഴം ഗ്രഹിക്കാൻ പറ്റുന്നത് എനിക്കറിയത്തില്ല. അർത്ഥം ഇതെല്ലാം ഓരോ പേര് പറയുമ്പോഴും ഞാൻ എന്നെ തന്നെ കാണുകയാണ്. അന്ത്യം വരെയും എൻ്റെ കൂടെ ഇരുന്ന് നടത്താൻ ഈ ദൈവം, എൻ്റെ ദൈവം, ഈ ദൈവം, എൻ്റെ ദൈവം, ഈ താതൻ, എൻ്റെ താതൻ, ഈ ദൈവം, എൻ്റെ ദൈവം, ഈ താതൻ, എൻ്റെ താതൻ. മാറില്ലവൻ, എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ. താതൻ, എൻ്റെ താതൻ, ഈ ദൈവം, എൻ്റെ ദൈവം, ഈ താതൻ, എൻ്റെ താതൻ. കരുതുന്നവൻ എന്നെ, കരുണയുള്ളോ കൈവിടില്ലെന്നെ. കരുതുന്നവൻ, കരുണയുള്ളോ കൈവിടില്ലെന്നെ. ഈ ദൈവം, ഈ താതൻ, ഈ ദൈവം, ഈ താതൻ, എൻ്റെ താതൻ, ഈ ദൈവം, എൻ്റെ ദൈവം, ഈ താതൻ, എൻ്റെ താതൻ, ഈ ദൈവം, എൻ്റെ ദൈവം, ഈ താതൻ, എൻ്റെ താതൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
വന്ന വഴികളൊന്ന് ഓർത്ത് നോക്കിയേ. വന്ന വഴികളെല്ലാം ഒന്ന് ഓർത്ത് നോക്കിയേ. കുരുടൻ വന്ന വഴിയെ നോക്കുമ്പോൾ ഇപ്പം കുരുടൻ പറയുന്നത്, ഞാൻ കുരുടനായിരുന്നു, ഇന്നെനിക്ക് കാഴ്ചയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മളും കുരുടനായിരുന്നവരാ? എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാൻ എല്ലാവരോടും പറയുകയാണ്, ഞാൻ കുരുടനായിരുന്നു, പാപത്തിൽ കുരുട് പിടിച്ചിരുന്നു, ഇന്നെനിക്ക് കാണാം, ഇന്നെനിക്ക് കാണാം. യേശുവിനെ കാണാൻ പറ്റത്തില്ല, സത്യ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് കുരുട് പിടിച്ചിരുന്നു, ഇന്നെനിക്ക് കാണാം. നിങ്ങൾ ആരോടൊക്കെ പറയുന്നുണ്ട്? ആമേൻ. കുരുടൻ പറഞ്ഞു, ഞാൻ ഒരുവനെ കണ്ടു, അത് യേശുവാ. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ന് ആരൊക്കെ വളരുന്നുണ്ട്? ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ യോശുവ, 2 യോശുവ ഞാൻ പറഞ്ഞു. മൂന്നാമത് ഞാൻ വീണ്ടും പറയുന്നു, ഗിദെയോൻ. ഒരുപാട് പ്രതികൂലം ഉണ്ടായി, എന്നാൽ പ്രതികൂലത്തിൻ്റെ അകത്ത് ഗിദെയോൻ മുട്ടുമടക്കി. ഗിദെയോന്റെ അടുക്കൽ ദൈവം ഇറങ്ങി സംസാരിച്ചു. ദൈവത്തോട് ഗിദെയോന് സംസാരിച്ചു. ദൈവത്തോട് സംസാരിച്ച വാക്ക് ദൈവത്തിന് വളരെ ഇഷ്ടമായി. നോക്കിയേ, ദൈവത്തോട് ഗിദെയോൻ സംസാരിച്ച വാക്ക് ദൈവത്തിന് ഇഷ്ടമായി. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? നമ്മൾ സംസാരിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാകുന്നുണ്ടോ എന്ന് നോക്കാം. ഗിദെയോനും സംസാരിച്ച ദൈവത്തിന് ഇഷ്ടമായപ്പോൾ എന്താ പറഞ്ഞേ? ഈ ബലത്തോടെ പോകാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ എളിയവനാണ്. അപ്പോൾ പറഞ്ഞു, നീ എളിയവനാണ്, പക്ഷെ നിന്റെ കൂടെ വരുന്ന ഞാൻ ഈ എളിയവനല്ല മക്കളെ, നീ പൊക്കോ എന്ന് പറഞ്ഞു. അല്ലേ? വായിച്ച അടുത്ത വരി ബാക്കി എടുക്കണം. അപ്പോൾ ദൈവം പറഞ്ഞു, നീ പോയി നിന്റെ അപ്പൻ്റെ രണ്ടാമത്തെ കാള, എത്രാമത്തെ വയസ്സുള്ള? 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ പിടിച്ചിട്ട് നിന്റെ അപ്പൻ്റെ ബലിപീഠം ഇടിച്ചിട്ട് നിന്റെ അപ്പൻ പൂജിക്കുന്ന അശേര പ്രതിഷ്ഠ എന്ത് ചെയ്യണം? വേട്ടണം. മനസ്സിലായോ? ഇപ്പൊ എന്താ കയ്യിൽ കൊടുത്തേ നോക്ക്. ആദ്യം എന്ത് കൊടുത്തു? രണ്ടാമത് എന്ത് കൊടുത്തു? മൂന്നാമത് ഇപ്പൊ എവിടെ കയറി പിടിച്ചു? അപ്പന്റെ കുലത്തിൽ. നിങ്ങൾക്ക് മനസ്സിലായോ? ആരാധന കയറി പിടിച്ചു അല്ലേ? അന്യ ദൈവങ്ങളുടെ കേന്ദ്ര ബിന്ദുവിന്റെ അകത്ത് കയറി പിടിക്കാൻ ആരധികാരം കൊടുത്തു? ദൈവം അധികാരം തന്ന നീ പേടിക്കണ്ട. ഞാൻ പറയുന്ന മനസ്സിൽ, ദൈവം നിനക്ക് അധികാരം തന്നാൽ നിന്നെ ആരും ചോദ്യം ചെയ്യാനില്ല. ദൈവം നിനക്ക് അധികാരം തന്നാൽ ഒരു ശക്തിക്ക് നിന്നെയോ നിന്റെ കുടുംബത്തെ തൊടാനും പറ്റില്ല. ദൈവം നിന്റെ മേൽ കൈമാറേണ്ടത് കൈമാറിയാൽ ബലം പ്രാപിച്ചോ, ശക്തി പ്രാപിച്ചോ, കൃപ പ്രാപിച്ചോ, അഭിഷേകം പ്രാപിച്ചോ, ആത്മാവിനെ പ്രാപിച്ചോ, ദൈവശക്തിയെ പ്രാപിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആരൊക്കെ രൂപാന്തരപ്പെടാൻ നിന്നപ്പോൾ അവിടെ 2 പേര് ഇറങ്ങി വന്ന് സംസാരിച്ചപ്പോൾ അവിടെ ഒരു മേഘം വന്ന് മൂടിയില്ലേ? അതിനകത്താണ് ശാലിനി സിസ്റ്റർ നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് നിൽക്കുമ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റാത്ത ദൈവ സാന്നിധ്യത്തിനകത്താണ് ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ക്ഷീണം തോന്നാത്തത്, അതുകൊണ്ടാണ് എനിക്ക് വിശപ്പ് തോന്നാത്തത്, അതുകൊണ്ടാണ് എനിക്ക് തളർച്ച തോന്നാത്തത്, അതുകൊണ്ടാണ് ഞാൻ തളർന്നു പോകാത്തത്. അല്ലാതെ വേറെ എനിക്ക് ആരോഗ്യം കൊണ്ടല്ല, എൻ്റെ പുറത്തുള്ള പച്ചപ്പ് കൊണ്ടല്ല. ഞാൻ പറയാ, ഒരു ബലം എൻ്റെ മേൽ ഇറങ്ങിയിട്ടുണ്ട്. ആ ബലം, ഉയരത്തിലെ ബലം. ഓ കൃപ, 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 കൃപ. ദൈവത്തിന് സ്തോത്രം, 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 ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത വരി ഉണ്ടല്ലോ, അവനോട് പറഞ്ഞു, നീ ആദ്യം എന്ത് ചെയ്യണം? നീ ആ യാഗപീഠത്തെ ഇടിക്കണം. രണ്ടാമത് എന്ത് ചെയ്യണം? അശേര പ്രതിഷ്ഠയെ വെട്ടണം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇപ്പൊ എവിടെ പിടിക്കാൻ തുടങ്ങി? അന്യ ദൈവങ്ങളെ കുടുംബത്തിനകത്ത് ഏതൊക്കെ വ്യക്തികളെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ പറ്റാതെ പിടിച്ച് ഒതുക്കി വച്ചിരിക്കുന്നോ അവര് സേവിക്കുന്ന സേവക്കുന്ന ശക്തികളെ ബഹുദൂരം മുന്നോട്ട് പോകണമെങ്കിൽ ആ ബലം വേണം, ബലം വേണം, ആ ബലം വേണം. ആ ബലമില്ലാതെ പറ്റത്തില്ല, ആ കൃപയില്ലാതെ പറ്റില്ല. ഹല്ലേലൂയ. ബഹുദൂരം മുന്നോട്ടു പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നോരോ നേരത്തിലെല്ലാം തവകരങ്ങൾ ആശ്വാസമായി. തളർന്നോരോ നേരത്തിലെല്ലാം തവ
കരങ്ങൾ ആശ്വാസമായി വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ നന്ദിയൊന്നുമില്ല എന്നും കരുതലിൽ വസിച്ചവനേ നന്ദിയൊന്നുമില്ല എന്നും കരുതലിൽ വസിച്ചവനേ. ഹല്ലേലൂയ. അപ്പോ ദൈവം പറഞ്ഞു നീ പോകാ. എന്താ സംഭവിച്ച? അടുത്ത വരി വായിച്ചേ. ഇപ്പൊ കയറി പിടിച്ചെവിടെയാ? ദൈവം കൊടുത്ത അധികാരം എന്തിനോട്ടാ? അപ്പന്റെ പ്രതിഷ്ഠയ്ക്കകത്ത്. വീട്ടിൽ പോകാൻ പറഞ്ഞു അല്ലേ? ക്ഷേത്രത്തിനകത്ത് കയറാൻ പറഞ്ഞു അല്ലേ? ഇപ്പോഴാ കയറ്റിയ. ആരാ കയറ്റിയേ? താനെ എന്ന് കയറിയതാണോ? താനെ എന്ന് കയറിയതാണോ? താനെ എന്ന് കയറിയതാണോ? അല്ല. പിന്നെ അധികാരം കിട്ടി ഇറങ്ങി. അധികാരം കിട്ടാതെ അവൻ ഇറങ്ങിയില്ല. അധികാരം കിട്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോ അവിടെ ചെന്ന് ഇടിച്ചു പൊളിച്ചു. ഗിദെയോൻ പറഞ്ഞപ്പാ ഞാൻ എന്റെ കുലം ചെറുത്. അപ്പൊ പറഞ്ഞു ഞാൻ ഉണ്ടടാ പോരെ, ഇതിനപ്പുറം എന്ത് വേണം? ദൈവത്തിന് സ്വത്രം. താവ് എടുത്തോണ്ട് പോകും. ആത്മാവ് തൂക്കി എടുത്തോണ്ട് നിർത്തും. വീട് കിടന്നോണ്ടാ മതി. ഓഹോ, ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്വത്രം, 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 ദൈവത്തിന് സ്വത്രം. ഹല്ലേലൂയ. ഗിദെയോനെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? വീണങ്ങ് കിടന്നുകൊടുത്ത ദൈവം അങ്ങ് നോക്കിക്കൊള്ളും. ദൈവത്തിന് സ്വത്രം. ആവശ്യമില്ലാത്തിനും നമ്മൾ. പക്ഷെ ഗിദെയോന്റെ മേൽ ശക്തി പകർന്നപ്പോൾ ഗിദെയോനെ അയാളല്ല കൊണ്ടുപോയത്, ദൈവം കൊണ്ടുപോയി. അവിടെയാണ് ജയം. നിങ്ങൾക്ക് മനസ്സിലായോ? അയാളല്ല പോയത്, പിന്നെ ആര് പോയി? ദൈവം പോയി. നേരത്തെ വായിച്ച യോശുവയുടെ പുസ്തകത്തിൽ എന്താ വായിച്ചേ? യഹോവ കല്ല് പറക്കിയിട്ട് കൊടുത്തു ഇല്ലേ? കല്ലുമട ഉപയോഗിച്ചില്ലേ? ആണോ? അല്ലേ? ഞാൻ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതാണോ? അല്ല, കല്ല് വാരിയിട്ട് കൊടുത്തു. മുകളിൽ നിന്ന് എല്ലാം തകർന്നു തരിപ്പണായി. അപ്പൊ യുദ്ധം ചെയ്ത ആരാ? യോശുവയാണോ യഹോവയാണോ? യഹോവ. കണ്ടോ? അപ്പോ കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ചെയ്യും. നമ്മളും കൂടെ പോയാൽ മാത്രം മതി. ആരുടെ കൂടെ? എൻ്റെ അപ്പൻ്റെ കൂടെ നിന്നാൽ മാത്രം ബാക്കി എല്ലാം ചെയ്യുന്നത്. ഓ, ദൈവത്തിന് സ്വത്രം, ദൈവത്തിന് സ്വത്രം, ദൈവത്തിന് സ്വത്രം, ദൈവത്തിന് സ്വത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അടുത്ത ഗിദെയോൻ എന്ത് ചെയ്തു? വായിച്ചേ ആ വരി ഒന്നുകൂടെ വായിച്ചേ. ന്യായാധിപന്മാർ 6-ാം അധ്യായം വായിച്ചേ. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത് നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ. എത്ര അറിയാൻ നോക്കിയേ. നമ്മുടെ വീടിന്റെ അടിത്തറ ഒരാൾക്കറിയാം, ബാക്കിയെല്ലാം ആരിളക്കും അറിയാമല്ലേ? ദൈവം. എത്ര വയസ്സായെന്ന് രണ്ടാമത്തെ കാളയാണെന്നും അറിയെങ്കിൽ അപ്പന്റെ അപ്പനെ എല്ലാം അറിയാമെന്ന് നിന്റെ ദൈവം ഗിദെയോനോട് പറയുകയാണ്, നീ പോണം, അതിനെ തന്നെ പിടിക്കണം. വായിച്ചേ. നോക്കിയേ, അപ്പൻ ആരാണ്? ഭയങ്കര പൂജ ചെയ്യുന്ന ആളാണ്. നോക്കിയേ, ദൈവം പറഞ്ഞൊരുത്തൻ ചെന്നാൽ അപ്പനെതിരാകത്തില്ല. കാര്യം അങ്ങോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും. വായിച്ചേ. 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള പാലൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠ വെട്ടിക്കളക. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ എടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് ഹോമയാഗം കഴിക്കാം. അശേര പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് എന്ത് ചെയ്യണം? ഈ കാളയനെ ഹോമയാഗം കഴിക്കണം. ഏതിനെ? വെട്ടിക്കീറിയ അശേര പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട്. ഏത് കാളയെ? ഈ രണ്ടാമത്തെ കാളയെ, അപ്പന്റെ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ ഇതുകൊണ്ട് കത്തിക്കണം, യാഗം കഴിക്കണം. അടുത്ത വരി. തന്റെ വേലക്കാരൻ 10 പേരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ഗിദെയോൻ യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. അടുത്ത്
എന്നാൽ അവൻ തന്റെ കുടുംബക്കാരെ പട്ടണക്കാരെ പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ അവൻ രാത്രി ചെയ്ത് അടുത്ത് രാത്രിയിൽ ചെയ്തു. അർത്ഥം എന്താ? ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ പകലൊക്കെ ചിലപ്പോൾ പലരും തടസ്സപ്പെടുത്തുന്നവർ കാണും, പല ബുദ്ധിമുട്ടുകൾ. പക്ഷേ മറ്റുള്ളവർ തടസ്സപ്പെടുത്താത്തൊരു സമയമുണ്ട്. ആ സമയത്ത് മുട്ടുമടക്കണം. ഹല്ലേലൂയ. ഇവൻ എന്ത് ചെയ്തു? രാത്രി അങ്ങോട്ട് ചെന്നു. അടുത്ത വരി. പട്ടണക്കാർ രാവിലെ എഴുന്നേറ്റപ്പോൾ ബാലിന്റെ ബലിപീഠം ഇടിഞ്ഞു കിടന്നു. ബാലിന്റെ വെടിവീട് ആരിടിച്ചു? ഗിദെയോൻ ഇടിച്ചു. അടുത്ത് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നതും രണ്ടാമത്തെ കാള യാഗം കഴിച്ചതും ആര് കണ്ടു? സകലരും കണ്ടു. അടുത്ത് ഇത് ചെയ്തത് ആരെന്ന് അവർ തമ്മിൽ ചോദിച്ച് അടുത്ത് അന്വേഷണം കഴിച്ചപ്പോൾ യോവാഷിന്റെ മകനായ ആകുന്നു ചെയ്തത് എന്ന് കേട്ടു. അടുത്ത് പട്ടണക്കാർ യോവാഷിനോട് നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക, അവൻ മരിക്കണം, അവൻ ബാലിന്റെ ബലിപീഠം ഇടിച്ച് അതിനരികത്ത് ഉണ്ടായിരുന്ന അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യോവാഷ് തന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത്, ബാലിന് വേണ്ടി നിങ്ങൾ വിവരിക്കുന്നു. ഇവിടെ വെട്ടിയപ്പോ ആർക്കും വെട്ട് കിട്ടി? അപ്പന്റെ മേലുള്ള പിശാചിനും വെട്ട് കിട്ടി. നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? ഇപ്പം ഇത് ആരുടെ ബലിപീഠം ഇടിച്ചേ? ദൈവം പറഞ്ഞത് അപ്പന്റെ ബലിപീഠമല്ലേ ഇടിക്കാൻ പറഞ്ഞേ? അപ്പൻ ആരാധിച്ച പ്രതിഷ്ഠയല്ലേ ഇടിക്കാൻ പറഞ്ഞേ? ആരാണ് ഈ മോൻ എതിരാകാനുള്ള? സത്യത്തിൽ അപ്പനല്ലേ എതിരാകാനുള്ളത്. ഇപ്പൊ അപ്പൻ ആർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു? നിങ്ങൾക്ക് വെളിപ്പെട്ടോ ഇല്ലേ? കാരണം എന്താ? ഈ മോൻ ബലിപീഠം ഇടിച്ചപ്പോൾ ഇതിന്റെ പിന്നിൽ അപ്പനിൽ വ്യാപരിച്ച ദുർഭൂതം വെട്ടേറ്റു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇല്ലേ? അപ്പനിലുള്ളത് ഇളകിപ്പോയി. അപ്പൻ മാനസാന്തരപ്പെട്ടു. അപ്പന്റെ മനസ്സ് മാറിയെന്ന്. അല്ലെങ്കിൽ മോനെ കൊന്നേനെ. ഒന്നുകൂടെ വായിച്ചാലേ മനസ്സിലാവും. വായിച്ചു നോക്കിയാലേ മനസ്സിലാവും. ബാലിന് വേണ്ടി നിങ്ങളോ വിവരിക്കുന്നത്, നിങ്ങളോ അവനെ രക്ഷിക്കുന്നത്. 25-ാം വാക്യം വായിച്ചിട്ട് ഇപ്പൊ വായിച്ച വാക്യത്തിലേക്ക് വരണം. 25 വായിച്ചിട്ട് ഇപ്പം വായിച്ച വാക്യത്തിലേക്ക്. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് ഒന്ന് അപ്പന്റെ കാള, രണ്ടാമത്തെ കാള അപ്പന്റെ അല്ലേ? അപ്പന്റെ കാള. 2 അപ്പന്റെ ബലിപീഠം. അടുത്ത് അപ്പന്റെ അപ്പൊ അപ്പന്റെ ആ ബലിപീഠം ഇടിച്ച് അതിനടുത്ത് ചേർന്ന് അപ്പൻ തന്നെ ആരാധിക്കുന്ന പ്രതിഷ്ഠ എന്ത് ചെയ്യണം? കളയാൻ പറഞ്ഞു. അടുത്ത വരി. ബാലിന് വേണ്ടി നിങ്ങൾ ഉപകരിക്കുന്നത്, നിങ്ങൾ അവൻ രക്ഷിക്കുന്നത്, അവന് വേണ്ടി. ഇപ്പൊ അപ്പൻ ഇപ്പം പ്ലാൻ അറിയണ്ടോ? മറ്റൊരു വശത്തല്ല, അപ്പനുള്ള സാത്താനും വെട്ടേറ്റു. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പനിലുള്ള ബലിപീഠം ഇടിച്ചിട്ട് അപ്പൻ തിരിഞ്ഞ് നിൽക്കേണ്ട സ്ഥാനത്ത് അതിന്റെ പിന്നിലുള്ള ഇവിടെ ബലിപീഠം ഇടിച്ചപ്പോ അപ്പന്റെ അകത്തുള്ള പിശാചിന്റെ മണ്ഡലം എല്ലാം വെട്ടേറ്റു. അപ്പൻ ടക്കൻ ആള് മാറി. നിങ്ങൾക്ക് വെളിപ്പെട്ടോ ഇല്ലേ? ഇതിനകത്ത് ആരോടൊക്കെ ഇടപെടുകയാണ്. നിന്നെ വെട്ടാൻ ദൈവം അയക്കുകയും ചെയ്യും. ചിലതിന്റെ ശക്തികളെ വെട്ടുകയും ചെയ്യും. അവരെ വേരോടെ പറിച്ച് ക്രിസ്തുവിന്റെ അടുത്ത് കൊണ്ടുവരേ. ആമേൻ, 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 ആമേൻ. അതിന് ദൈവം നിന്നെ കാണുകയാ പൈതലേ. ദൈവം നിന്നെ അധികാരത്തോടെ പറഞ്ഞയക്കും, അഭിഷേകത്തോടെ പറഞ്ഞയക്കും, ശക്തിയോടെ പറഞ്ഞയക്കും. നീയല്ല പുറപ്പെടാൻ പോകുന്നത്. എന്റെ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെടും. എന്റെ ദൈവം നിനക്ക് മുമ്പായി പുറപ്പെടും. ദൈവം ചിലത് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പുതിയ നിയമസഭയ്ക്കകത്ത് എല്ലാവരും പഠിപ്പുള്ളവരായിരുന്നില്ല, എല്ലാവരും കോളേജിൽ പഠിച്ചവരായിരുന്നില്ല, എല്ലാവരും ഭയങ്കര ജ്ഞാനമുള്ളവരായിരുന്നില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വചന നിമിത്തം വീണ എല്ലാവരെയും കർത്താവ് അതിനുവേണ്ടി എടുത്തു. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ജ്ഞാനമല്ല ദൈവം നോക്കുന്നത്, ബൈബിൾ കോളേജിലെ പഠിത്തവും പാണ്ഡിത്യവും അല്ല ദൈവം നോക്കുന്നത്. ഇന്ന് പകൽക്കാലം വിട്ടുകൊടുക്കാൻ മനസ്സുള്ള ഒരാൾ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അവരെ തൊട്ട് വിടുവിക്കാൻ ശക്തനാകുന്ന ദൈവം. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് സമർപ്പിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആ പാത്രത്തിൽ ഇന്ന് കർത്താവ് നിറയും. ആമേൻ. എന്താ സംഭവിച്ചത്? അപ്പൻ പറയുകയാണ്, വായിച്ചേ. ബാലിന് വേണ്ടി നിങ്ങളോ വ്യവഹരിക്കുന്നത്, നിങ്ങളോ അവനെ രക്ഷിക്കുന്ന. അടുത്ത് അവന് വേണ്ടി വ്യവഹരിക്കുന്നവൻ നോക്കിയേ. ഇപ്പൊ അപ്പൻ തിരിഞ്ഞു. കാരണം എന്താ? അപ്പനിലുള്ള ഭൂതം വെട്ടേറ്റ് വീണു. അല്ലെങ്കിൽ അപ്പനല്ലേ തിരിഞ്ഞു നിൽക്കേണ്ടേ? അപ്പൻ്റെ പ്രതിഷ്ഠയല്ലേ അവിടെ? ആണോ? അല്ലേ? അപ്പൻ്റെ ബലിപീഠം അല്ലേ? അപ്പൻ്റെ ബലിപീഠം അല്ലേ? ആണ്. ഒറ്റ രാത്രി കൊണ്ട് മോൻ ഇടിച്ചില്ലേ?
അവിടെ വെട്ടിയപ്പോൾ അപ്പനിലുള്ള ഭൂതം വെട്ടേറ്റ് പോയി. അപ്പൻ സ്വതന്ത്രനായി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പള്ളിയിൽ വന്നൂയല്ല ദൈവത്തെ ആരാധിക്കാ. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാ. ദൈവം തന്നൂയല്ല ദൈവത്തെ ആരാധിക്ക. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാ. താള വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാ. താള മേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാ. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാ. സ്തോത്രത്തോടും സ്തുതികളോടും ആഹാ ദൈവത്തെ ആരാധിക്കാ. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാ. സ്തോത്രത്തോടും സ്തുതികളോടും ആഹാ ദൈവത്തെ ആരാധിക്കാ. താള മേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാ. താള മേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. വായിച്ചേ. എന്ത് ചെയ്ത് എന്ത് സംഭവിച്ചു? അപ്പൻ എന്താ പറഞ്ഞേ? അവന് വേണ്ടി ഉപകരിക്കുന്നവൻ ഇന്ന് രാവിലെ തന്നെ മരിക്കണം. അടുത്ത് അവനൊരു ദൈവമെങ്കിൽ അവനൊരു ആരാ ഇപ്പൊ പറ? ഇതെല്ലാം പറഞ്ഞാരാ? അപ്പന്റെ ബലിപീഠം മൊത്തം ഇടിച്ചു, യാഗപീഠം മൊത്തം ഇടിച്ചു. കണ്ടോ? അപ്പൻ പറയാണ് അവനൊരു ദൈവമെങ്കിൽ എത്ര സെക്കൻഡ് വേണം ഒരാളിനെ മാറ്റാൻ ദൈവത്തിന്? കണ്ടോ? അവനൊരു ദൈവമെങ്കിൽ തന്റെ ബലിപീഠം ഒരുത്തൻ ഇടിച്ചു കളഞ്ഞതുകൊണ്ട് താൻ തന്നെ ഇറങ്ങി വരട്ടെ. കണ്ടോ? ഇന്ന് ഇതിനകത്ത് ആരുടെ മേലൊക്കെ ദൈവശക്തി പകരുകയാണ്. കുരുട്ട് കണ്ണുകളെ തുറപ്പിക്കാൻ ദൈവത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ആത്മാവിൽ ജ്വലിച്ച് മുന്നോട്ട് പോകുവാൻ ശക്തിക്ക് മീതെ ശക്തി ധരിച്ചുകൊണ്ട് ഇരട്ടി ബലത്തോടെ, ഇരട്ടി ശക്തിയോടെ, ഇരട്ടി അധികാരത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം ഇതിനകത്ത് ചില പാത്രങ്ങളെ കർത്താവ് കാണുകയാണ്. ആ പാത്രങ്ങൾ കർത്താവ് ഇറങ്ങുകയും ചെയ്യും, കർത്താവ് നിറയ്ക്കുകയും ചെയ്യും, കർത്താവ് അധികാരപ്പെടുത്തുകയും ചെയ്യും. നിന്നെ കഴിഞ്ഞ നാളുകൾ ഒതുക്കിയ സകല മണ്ഡലങ്ങളിൽ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുകയാ. ഒറ്റ മനുഷ്യനെ പോലെ നീ നിന്ന് അവന്റെ കെട്ടുകളെ പൊട്ടിച്ച് ആത്മാവിന്റെ ബലത്തോടെ നീ പുറത്ത് എടുക്കാൻ പോയ അനേകരെ. ഹല്ലേലൂയ. ദൈവം നിന്നെ വിളിച്ചതിനൊരു ഉദ്ദേശമുണ്ട്. നിന്നെ മാത്രം രക്ഷിക്കാനല്ല, നിന്റെ കുടുംബം, അതിലൂടെ ഒരു കൂട്ടം പേർ, ഒരു വലിയ സൈന്യമായി. ആമേൻ, ആമേൻ. അനേകരെ നശിപ്പിക്കാൻ നോക്കും, പേടിപ്പിക്കല്ലേ. അനേകരെ അതിനെ നശിപ്പിച്ച് കളയാൻ നോക്കും. ഇപ്പൊ 2-3 ദിവസം കാണും, 4-5 ദിവസം കാണും, അത് കഴിയുമ്പോൾ തീരുമെന്ന് പറഞ്ഞ് പലരും നശിപ്പിക്കാൻ നോക്കും. പേടിക്കരുത്. ഹല്ലേലൂയ. നീ നശിച്ചു പോകാൻ പോകുന്നില്ല. കർത്താവ് നിന്നെ വിളിച്ച് വേർതിരിച്ച അതെ 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 നിന്നെ തകർക്കാൻ കഴിയത്തില്ല, തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നിന്നെ കർത്താവ് വിളിച്ചാൽ, വായിച്ചേ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം 33-ാം വാക്യം മുതൽ അങ്ങോട്ട് വായിച്ചു വരുമ്പോൾ കറക്റ്റ് സമയത്ത് നിർത്താം. 3 മണിക്ക് ഞാൻ നിർത്തും, പേടിക്കണ്ട, സന്തോഷത്തോടെ ഇരുന്നോ. വായിച്ചേ. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചു. അടുത്ത് അപ്പോൾ സർവ്വജനത്തിന് ബഹുമാനമുള്ള ധർമ്മദുഷ്ടാവായ നീ കർത്താവിന് വേണ്ടി യഥാർത്ഥമായി നിൽക്കുമ്പോൾ, നിന്റെ കൂടെ ഒരു സൈന്യം കർത്താവിനെ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് എതിരാളികൾ ചാടി എഴുന്നേൽക്കും. പേടിക്കരുത്, പേടിക്കരുത്. ഹല്ലേലൂയ. പേടിക്കരുത്, പേടിക്കരുത്. കാരണം സൈന്യത്തിന്റെ അധിപതി നിന്റെ കൂടെ ഉണ്ട്. ഇവിടെ എഴുന്നേറ്റ് വായിച്ചേ. അടുത്ത വരി. അടുത്ത വരി. പിന്നെ അവൻ അവരോട്, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? അടുത്ത ഇത് സൂക്ഷിച്ചുകൊണ്ട്. ഏത് മനുഷ്യരുടെ കാര്യത്തിൽ? കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു അവരിലൂടെ ഒരു സൈന്യം യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി. അവർക്കെതിരെ കുറെ എണ്ണം എഴുന്നേറ്റു. മനസ്സിലായോ?
കർത്താവാണ് ഒരാളിന് ഒരു കാര്യം കൊടുത്തതെങ്കിൽ ആരെഴുന്നേറ്റാലും പോക്ക് തന്നെ. ദൈവം ഒരുത്തനെ വിളിച്ച് വേർതിരിച്ച് അവർക്ക് അടയിടാൻ ആർക്കും പറ്റത്തില്ല. പക്ഷെ സ്വന്തം കഴിവുകൊണ്ടൊക്കെ ആണെങ്കിൽ പോക്ക്. വായിച്ച് അത് മനസ്സിലാവും. ഇതിനകത്ത് ഈ വചനം എന്തിനായിരിക്കാം വായിച്ചത്? ആര് പറയും? എന്തുകൊണ്ടായിരിക്കും ദൈവം ഈ അപ്പോസ്തലപ്രവൃത്തി ഇപ്പം തന്നത്? സമയമില്ല. എന്തുകൊണ്ടായിരിക്കും തന്നത്? ഇതിനകത്ത് ആർക്കോ നല്ലൊരു ശുശ്രൂഷ ദൈവം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു സൈന്യത്തെ നിങ്ങളിലൂടെ കർത്താവ് എഴുന്നേൽപ്പിക്കും. എതിരാളികൾ ഒരു കൂട്ടം കാണും, പക്ഷെ കുലുങ്ങരുത്. വായിച്ചേ. ഈ നാളുകൾക്ക് മുമ്പ് തിരുദാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ച് ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്ന് കൂടി. 400 പേരുണ്ടായിരുന്നു ഒരുമിച്ച് നിൽക്കാൻ. എങ്കിലും അവൻ നശിക്കുകയും അവൻ എന്ത് ചെയ്തു? നശിച്ചു. 400 പേരൊക്കെ ഉണ്ടായിരുന്നു. ആളൊക്കെ 400 ഉണ്ടായിരുന്നു. 10, 50, 100 എന്നല്ല 400 ആയിരുന്നു. പക്ഷെ അത് ദൈവികമല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? പറ. ദൈവികം അല്ലെങ്കിൽ എന്ത് ചെയ്യും? നശിക്കും. അടുത്ത വരി. അവനെ അനുസരിച്ചവർ എല്ലാവരും ചിന്നി ഒന്നുമില്ലാതായി. അടുത്ത് അവന്റെ ശേഷം ഗലീലക്കാരനായ യൂദ ചാർത്തന്റെ കാലത്ത് എഴുന്നേറ്റ് ഒരു കൂട്ടം പേര് അയാളെ കൂട്ടത്ത് വന്ന് ഭയങ്കര ഇതൊക്കെ ആയി ഒരുമിച്ച് നിന്നു. അടുത്ത് അവനും ദൈവികമല്ലാത്തോണ്ട് എന്ത് ചെയ്തു? നശിച്ചു. അടുത്ത വരി. അവനെ അനുസരിച്ച് എന്ത് ചെയ്തു? ചിതറിപ്പോയി. അടുത്ത വരി. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്ത ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷികം എന്ന് വരികിൽ എന്ത് ചെയ്യും? നശിക്കും. ഒന്നുകൂടെ വായിച്ച വരി. ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യം എന്ന് വരികിൽ അത് നശിച്ചു പോകും. ഒരു മനുഷ്യന്റെ ഇഷ്ടത്തിന് വയ്ക്കുന്നെങ്കിൽ പൊളിയോ അത്. പക്ഷെ ദൈവമാണ് ചെയ്യുന്നെങ്കിലോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളെ ദൈവം വിളിച്ച പൊളിയത്തില്ല. മനുഷ്യനാണ് നിങ്ങളെ വിളിച്ചെങ്കിൽ നിങ്ങൾ മാനുഷികമായിട്ടാണ് നിൽക്കുന്നത്, വീഴും. ദൈവികമെങ്കിലോ തകർക്കാൻ ആർക്കും, നിങ്ങൾ ആരാ? ദൈവത്തിൻ്റെ മക്കൾ. അവിടെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ യേശുവിൻ്റെ പിള്ളയാണ്, എന്നെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. ധൈര്യത്തോടെ പറ, എന്നെ തകർക്കാൻ ആർക്കും പറ്റത്തില്ല. ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. ഹല്ലേലൂയ. വായിച്ചേ, ഒന്നുകൂടെ വരി വായിച്ചേ. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യ എന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ കണ്ടോ? അപ്പോസ്തലന്മാരിലൂടെ അത്ഭുതം നടന്നു. അത് കണ്ടുകൊണ്ടാണ് ഇവരെ ഉപദ്രവിക്കുന്നത്. ഒന്നുകൂടെ വായിച്ചേ വരി. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യം എന്ന് വരികിൽ അത് നശിച്ചു പോകും. അടുത്ത് ദൈവികമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞ ആരോടാണ് പോരാടുന്നത്? ആ പ്രാർത്ഥനക്കാരോടല്ല, പിന്നെ ആരോടാ? ദൈവത്തോട്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. നമ്മൾ ആരെയും ഒന്ന് പറയാൻ ഒന്നും പറയല്ലേ എന്ന് ഞാൻ കിടന്ന് തലയിൽ കഴിച്ച് വിളിക്കുന്ന ഇതാണ്. നമ്മൾ ചുമ്മാ ആവശ്യമില്ലാതെ അടി വാങ്ങിച്ച് പിടിക്കരുത്. ആരെയും പറയാൻ നമുക്ക് ദൈവം തന്നിട്ടില്ല. നമുക്ക് തന്നിരിക്കുന്ന വചനം വായിക്കുക, ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ശക്തിപ്പെടുക, പോവുക. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഒന്നുകൂടെ വായിച്ചാ വരി, നമ്മുടെ അകത്തിറങ്ങട്ടെ. ദൈവികമായ ഒന്നിനെയും നിങ്ങൾ പ്രാപിച്ച ദൈവികമായ ശക്തിയെ നശിപ്പിക്കാൻ ആരൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്? നിങ്ങൾ പ്രാപിച്ച ദൈവികമായ ശക്തിയെ നശിപ്പിക്കാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ഇന്ന് ഇതിനകത്ത് രാവിലെ മുതൽ ഇതുവരെ പ്രാപിച്ച ദൈവികമായ ശക്തിയെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ വചനത്തിലൂടെ, ദർശനത്തിലൂടെ, വെളിപ്പാടുകളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചത് പ്രാപിച്ച പൈതലെ, അത് ദൈവികമാകയാൽ അതിനെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അടുത്തവരോട് വായിച്ചേ. ദൈവത്തോട് വരരുതല്ലോ. അടുത്ത് അവരെന്നിട്ടും അടുപ്പിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. അവരങ്ങനെ പറഞ്ഞു വിട്ടു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കരുത് പറഞ്ഞു വിട്ടു. അടുത്ത് തിരുനാമത്തിന് വേണ്ടി ആരാ ഇത്? കരങ്ങൾ അടിച്ചൊന്ന് ശക്തിയുടെ കരമൊന്ന് അടിച്ചേ. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും, മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും. ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ, ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം, സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം. നന്ദിയോടടി വണങ്ങും,
നന്ദിയോടടി വണങ്ങും. കുഞ്ഞാട്ടിൻ തീരു രക്തത്താ ഞാൻ ശുദ്ധനായി തീർന്നു. കഞ്ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വ രക്ഷക സ്തുതി നിനക്കുന്നു. മഹത്വ രക്ഷക സ്തുതി നിനക്കുന്നു. ചെറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ, ചെറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം. സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം. നന്ദിയോടടി വണങ്ങും, നന്ദിയോടടി വണങ്ങും. ഹല്ലേലൂയ. അപ്പോ കർത്താവിന് വേണ്ടി അവർ ഇറങ്ങി തിരിച്ചു. കർത്താവ് അവരിലൂടെ വലിയ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തു. നാട്ടുകാരും ദേശമെല്ലാം ഇളകി. നാട്ടുകാരും ദേശമൊക്കെ ഇളകി. അവരെ പിടിച്ച് തടവിലാക്കി. അപ്പോഴാണ് ഒരാൾ വിളിച്ച് പറഞ്ഞത്, മാനുഷികമെങ്കിലും അത് നശിച്ചു പോകും. നിങ്ങൾ എത്ര ഉടയ്ക്കാൻ നോക്കിയാലും ദൈവമാണ് ആ ശുശ്രൂഷ അവർക്ക് കൊടുത്തതെങ്കിൽ, ദൈവമാണ് അഭിഷേകം കൊടുത്തതെങ്കിൽ, ദൈവമാണ് വിളിച്ചതെങ്കിൽ നിങ്ങൾ ആരും തകർത്താലോ തകരത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായി? നിന്നെ വിളിച്ച ദൈവമെങ്കിൽ, നമുക്ക് ശുശ്രൂഷ ഏൽപ്പിച്ച ദൈവമെങ്കിൽ, നമുക്ക് ചില കാര്യങ്ങൾ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാരും എഴുന്നേറ്റ് തകർക്കാൻ നോക്കിയാലും തകരത്തില്ല. അത് ദിവസം തോറും ശക്തിക്ക് മീതെ ശക്തി ധരിക്കേ ഉള്ളൂ. ഹല്ലേലൂയ. അവരെ എന്നിട്ടും പിടിച്ചു, അടിച്ചുല്ലേ. അടുത്ത വരി വായിച്ചേ. തിരുനാമത്തിന് വേണ്ടി വായിക്കുക. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ. നമ്മള് തിരുനാമത്തിന് വേണ്ടി മാനം സഹിക്കാൻ വിളിക്കപ്പെട്ടവരാണോ അപമാനം സഹിക്കാൻ വിളിക്കപ്പെട്ടവരാണോ? പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ആരെങ്കിലും ഒരു വരി കേട്ടാ ക്ഷമിക്കുമോ? കേട്ടാലും കുഴപ്പമില്ല, ഉദാഹരണം എന്നുള്ളൊരു ദൈവം ഇവിടെ നോക്കിയേ. ഇത്രയും അപമാനിച്ചിട്ട്, ആടി കൊടുത്തിട്ട്, ഉപ്പത്തിൽ വെച്ചിട്ട് ഇവര് പറയുകയാണ് എന്തിനു വേണ്ടി യോഗ്യരായി എണ്ണിയെന്ന്? അപമാനം ഏൽക്കാൻ യോഗ്യതയുള്ളവരാണെന്ന് ഇവര്. നമുക്ക് പിന്നെ അപമാനം ഏൽക്കാൻ യോഗ്യത ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും വല്ലതും പറഞ്ഞ് നമ്മൾ ആ സ്ഥാനം ഒഴിഞ്ഞിട്ട് നമ്മളങ്ങ് പോകും. നോക്കിയേ. കാരണം എന്താ? അപമാനം ഏൽക്കാൻ യോഗ്യത ഉള്ളവർക്ക്. നിങ്ങൾ വെളിപ്പെട്ടോന്ന് എനിക്കറിഞ്ഞിട്ട് വായിച്ചേ. വരി ഒന്നുകൂടെ വായിച്ചേ. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ. ആർക്ക് വേണ്ടി? തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചു. നമ്മൾ ട്രാക്ടർ കൊണ്ടുപോകുമ്പോൾ ആരെങ്കിലും അടിച്ചാൽ അതോടും കൂടെ പിന്നെ ട്രാക്ടർ കൊണ്ട് നമ്മൾ അലമര വെച്ചാൽ പിന്നെ എടുക്കത്തില്ല. ഇനി ട്രാക്ടറും ഇല്ല, പോക്കും ഇല്ല. കാരണം എന്താ? അവൻ എന്നെ നേറ്റിങ്ങനെ വെച്ച് അടിച്ചു, കണ്ടോ? കാരണം എന്താ? അവനെന്നെ കൊള്ളാടെ, നീ തന്ന ട്രാക്ടർ ഞാൻ രക്ഷിക്കപ്പെട്ടു കേട്ടോ എന്ന് 10 പേര് എൻ്റെ പേരൊക്കെ വിളിച്ച് മൈക്കിൽ കൂടെ പറഞ്ഞാൽ ഞാൻ പിന്നെ കൊണ്ടു കൊടുക്കും. അതേസമയം അവിടെ വെച്ച് ഒരു അടിയ ഒരു വഴക്ക കിട്ടിയ പിന്നെ ഞാൻ ഇറങ്ങത്തില്ല. അർത്ഥം ഞാൻ മാനിക്കപ്പെടാനാണ് ഇറങ്ങിയെന്നാണ് എൻ്റെ അർത്ഥം. കാരണം ഇവിടെ കർത്താവ് പറയുന്നു, അപമാനത്തിന് വേണ്ടി യോഗ്യരായി എണ്ണപ്പെട്ടവർ അത് സഹിക്കും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ജീവൻ പോയാലും, പാടിയില്ലേ, ജീവനായാലും പ്രാണൻ പോയാലും അങ്ങേ മാത്രം സ്നേഹിച്ചിടും ഞാൻ. ജീവനായാലും പ്രാണൻ പോയാലും അങ്ങേ മാത്രം സ്നേഹിച്ചിടും ഞാൻ. യേശുവെപ്പോൾ സ്നേഹിതനാ ആരുമില്ല ഈ ഉലകിൽ. ജീവനായാലും പ്രാണൻ പോയാലും അങ്ങേ മാത്രം സ്നേഹിച്ചിടും ഞാൻ. ജീവനായാലും പ്രാണൻ പോയാലും അങ്ങേ മാത്രം സ്നേഹിച്ചിടും ഞാൻ. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, ദൈവം നമ്മളെ കർത്താവിൻ്റെ കരത്തിലെടുത്തിട്ടുണ്ട്. ഒരു മിനുക്കുന്ന പാത്രമാക്കി മാറ്റി ആ പാത്രത്തിൻ്റെ കുറവുകളെല്ലാം തീർത്ത് ആ പാത്രത്തിനകത്ത് നിറഞ്ഞ് ആ പാത്രത്തെ കർത്താവ് വിലപ്പെട്ട പാത്രമാക്കി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന പാത്രങ്ങളാണ് ഇതിനകത്തിരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരത്രേ. നമ്മളെ മാത്രമല്ല, ഗിദെയോനെ പോലെ നമുക്ക് വേണ്ടി ആദ്യം ഇരിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വന്ന് നമ്മളോട് സംസാരിക്കും. അടുത്തടുത്തുള്ള കാര്യങ്ങൾ നമ്മുടെ മേൽ ഏൽപ്പിക്കും. നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കും നമുക്ക് വേണ്ടി എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാനല്ല. പിന്നെയോ നമ്മളിലൂടെ ഒരു കൂട്ടം പേർ യേശുവിനെ കണ്ടുമുട്ടാനുണ്ട്. ഇന്ന് പകൽക്കാലം കേട്ട വചനത്തിൽ നമുക്ക് ഹൃദയത്തിൽ ധ്യാനിക്കാമോ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ പ്രസംഗിക്കുമ്പോൾ, ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. 1 കൊരിന്ത്യർ 6:9 പറഞ്ഞു, ഗലാത്യർക്ക് ലേഖനം പറഞ്ഞു, വെളിപ്പാട് 21:8 പറഞ്ഞു, റോമർക്ക് ലേഖനം 1-ാം അധ്യായം അതിന്റെ 29, 30, 31 വാക്യങ്ങൾ വായിച്ചു. എന്തോന്നാണ്? പാപത്തിന്റെ വരികളെല്ലാം നമ്മൾ എന്ത് ചെയ്തു? വായിച്ചു. അത് പ്രാർത്ഥിച്ചു മാറ്റി. പക്ഷെ ശാസിച്ച് ആരൊക്കെ മാറ്റി? ശാസിച്ച്